കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഡ്വഞ്ചറസ് ആയ സാഹസികത നിറഞ്ഞ ഒരു കഥയാണ്. ബിഫോർ ഐ ബിഗിൻ മൈ സ്റ്റോറി, ഞാൻ എൻ്റെ കഥ ആരംഭിക്കുന്നതിന് മുൻപ് എന്നർത്ഥം. ഐഡ് ലൈക്ക് ടു ടെൽ യു എ ലിറ്റിൽ അബൌട്ട് മൈസെൽഫ്. ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു എന്ന സെയിം മീനിങ് ആണ് ഐ വുഡ് ലൈക്ക് ടു അഥവാ ഐഡ് ലൈക്ക് ടു എന്ന പ്രയോഗത്തിനും ലഭിക്കുക. Robinson Crusoe by Daniel Defoe. Before I begin my story, I would like to tell you a little about myself. I was born in the year 1632 in the city of York in the north of England. I was born എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് എന്നർത്ഥം. വാസ് എന്നത് ഒരു സിംഗിൾ വേർഡ് ആണ്, അവിടെ സ്പേസ് ഇല്ല, ഒരു മിസ്റ്റേക്ക് ആണ്. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1632, 1632 ഞാൻ ജനിച്ചത്. എവിടെയാണ് ജനിച്ചത് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. My father was German, but he came to live and work in England. Soon after that, he married my mother, who was English. Her family name was Robinson. So when I was born, they called me Robinson after her. My father was German. എൻ്റെ അച്ഛൻ ജർമ്മൻകാരനായിരുന്നു. He came to live and work in England. അദ്ദേഹം ജീവിക്കാനും ജോലി ചെയ്യുന്നതിനും വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് വന്നു. Soon after that, he married my mother, who was English. അതിനുശേഷം ഇംഗ്ലീഷുകാരിയായ എൻ്റെ അമ്മയെ അദ്ദേഹം വിവാഹം കഴിച്ചു. Her family name was Robinson. അമ്മയുടെ ഫാമിലി നെയിം റോബിൻസൺ എന്നായിരുന്നു. ഓരോ സെന്റൻസുകൾ കേൾക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വാക്കുകൾ മാത്രമല്ല, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ്. ഹി മാരീഡ് മൈ മദർ, അവിടെ മാരീഡ് എന്നത് വെർബാണ്, വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെർ ഫാമിലി നെയിം വാസ്, അവിടെ ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല, വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയെല്ലാം കൃത്യമായി മനസ്സിലാക്കി വേണം ഈ കഥ കേൾക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ടെൻസുകളും അതുപോലെ തന്നെ പുതിയ വൊക്കാബുലറിയും നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഹെർ ഫാമിലി നെയിം വാസ് റോബിൻസൺ. സോ വെൻ ഐ വാസ് ബോൺ ദേ കോൾ മീ റോബിൻസൺ. വെൻ ഐ വാസ് ബോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ. ഞാൻ ജനിച്ചപ്പോൾ അവരെന്നെ റോബിൻസൺ എന്ന് പേര് വിളിച്ചു. My father did well in his business, and I went to a good school. He wanted me to get a good job and live a quiet, comfortable life. But I didn't want that. I wanted adventure and an exciting life. My father did well in his business, and I went to a good school. എൻ്റെ അച്ഛൻ ബിസിനസ് നന്നായി ചെയ്തു, ഞാൻ നല്ല ഒരു സ്കൂളിൽ പോയി. He wanted me to get a good job. എനിക്ക് ഒരു നല്ല ജോലി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. He wanted to get a good job എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോബ് ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇവിടെ മീ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അർത്ഥം മാറുന്നു. He wanted me to get a good job. എനിക്ക് ഒരു നല്ല ജോബ് ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുമാത്രമല്ല, he wanted me to get a good job and live a quiet, comfortable life. സുഖപ്രദമായ ശാന്തമായ ഒരു ജീവിതം ഞാൻ നയിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. But I didn't want that. ഞാനത് ആഗ്രഹിച്ചിരുന്നില്ല. I wanted adventure and an exciting life. ഞാൻ ആഗ്രഹിച്ചിരുന്നത് സാഹസികത നിറഞ്ഞ ആവേശകരമായ ഒരു ജീവിതമായിരുന്നു. I want to be a sailor
and go to sea, I told my mother and father. They were very unhappy about this. I want to be a sailor and go to sea. ഞാൻ കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. കടലിൽ പോകാനും ആഗ്രഹിക്കുന്നു. I told my mother and father. റോബിൻസൺ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. I want to be a sailor and go to sea. They were very unhappy about this. റോബിൻസന്റെ മാതാപിതാക്കൾക്ക് അത് വളരെ ദുഃഖമുണ്ടാക്കി. They were very unhappy. Please don't go, my father said. You won't be happy, you know. Sailors have a difficult and dangerous life. And because I loved him and he was unhappy, I tried to forget about the sea. Please don't go, my father said. കടലിലേക്ക് പോകരുതെന്ന് അച്ഛൻ റോബിൻസന്റെ അടുത്ത് പറഞ്ഞു. You won't be happy. നിനക്ക് സന്തോഷമാകാൻ സാധിക്കില്ല എന്നുകൂടി അച്ഛൻ റോബിൻസന്റെ അടുത്ത് പറഞ്ഞു. Sailors have a difficult and dangerous life. കപ്പലിൽ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടേറിയ അതുപോലെ തന്നെ അപകടകരമായ ജീവിതമാണ് ഉള്ളതെന്നും റോബിൻസന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു. And because I loved him and he was unhappy, I tried to forget about the sea. റോബിൻസന്റെ അച്ഛനെ സ്നേഹിച്ചിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ റോബിൻസന്റെ അച്ഛൻ ദുഃഖമുള്ളവനായിരുന്നത് കൊണ്ടും റോബിൻസൺ കടലിലേക്കുള്ള യാത്രയെക്കുറിച്ച് മറക്കാൻ ശ്രമിച്ചു. I tried to forget about the sea. കടലിനെ കുറിച്ച് മറക്കാനായി റോബിൻസൺ ശ്രമിച്ചു. But I couldn't forget. And about a year later, I saw a friend in town. His father had a ship, and my friend said to me, "We're sailing to London tomorrow. Why don't you come with us?" I couldn't forget. എനിക്ക് മറക്കാൻ സാധിച്ചില്ല, ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് couldn't എന്ന ഫോം അവിടെ ഉപയോഗിക്കുന്നത്. I couldn't forget. And about a year later, I saw a friend in town. ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ടൗണിൽ കണ്ടു. I saw a friend in town. His father had a ship. ആ സുഹൃത്തിൻ്റെ അച്ഛന് ഒരു കപ്പലുണ്ടായിരുന്നു. And my friend said to me, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, "We are sailing to London tomorrow." ഞങ്ങൾ നാളെ ലണ്ടനിലേക്ക് കപ്പൽ മാർഗം യാത്ര ചെയ്യുന്നുണ്ട് എന്ന് സുഹൃത്ത് റോബിൻസന്റെ അടുത്ത് പറഞ്ഞു. Why don't you come with us? കപ്പൽ മാർഗം യാത്ര ചെയ്യാനുള്ള ക്ഷണം റോബിൻസന് ലഭിച്ചു. റോബിൻസൺ എന്താണ് ചെയ്തതെന്ന് നമുക്ക് കേൾക്കാം. And so, on September the 1st, 1651, I went to Hull, and the next day we sailed for London. But a few days later, there was a strong wind. The sea was rough and dangerous, and the ship went up and down, up and down. I was very ill and very afraid. On September the 1st, ദ എന്ന വാക്ക് അവിടെ കാണുന്നില്ലെങ്കിൽ കൂടിയും പറയുന്ന സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കണം. ഡേറ്റുകളെല്ലാം എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതുക, പക്ഷെ പറയുന്ന സമയത്ത് ദ ഉപയോഗിക്കണം. On September the 1st, 1651, I went to Hull. ഹൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. 1651 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഹള്ളിലേക്ക് ഞാൻ പോയി. And the next day we sailed for London. തൊട്ടടുത്ത ദിവസം ലണ്ടനിലേക്ക് കപ്പൽ മാർഗം ഞങ്ങൾ യാത്ര തിരിച്ചു. A few days later, there was a strong wind. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശക്തമായ കാറ്റുണ്ടായി. The sea was rough and dangerous.
റഫ് എന്ന് പറഞ്ഞാൽ തിരയൊക്കെ ഇളകി മറിയുന്ന അവസ്ഥയെയാണ് റഫ് എന്ന് പറയുന്നത്. The sea was rough and dangerous. അപകടം നിറഞ്ഞതും തിരകൾ ഇളകി മറിയുന്നതുമായിരുന്നു കടൽ. The ship went up and down. Up and down. ശക്തമായ തിരയിളക്കം കാരണം കപ്പൽ മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരുന്നു. I was very ill. സുഖമില്ലാതായിരിക്കെ. And very afraid. നല്ല പേടിയും തോന്നി. Oh, I don't want to die, I cried. I want to live. If I live, I'll go home and never go to sea again. The next day, the wind dropped, and the sea was quiet and beautiful again. I don't want to die. താൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റോബിൻസൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. I want to live. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. If I live, I'll go home and never go to sea again. താൻ ജീവിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് പോകുമെന്നും കടലിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നും റോബിൻസൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. The next day the wind dropped and the sea was quiet and beautiful again. അടുത്ത ദിവസം കാറ്റ് നിന്നു, കടല് ശാന്തവും മനോഹരവുമായി മാറി. Well, Bob, my friend laughed. How do you feel now? The wind wasn't too bad. What? I cried. It was a terrible storm. റോബിൻസന്റെ സുഹൃത്തിന് ഇത് പുതുമയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് റോബിൻസനോട് ചോദിക്കുകയാണ്, How do you feel now? ഇപ്പൊ എങ്ങനെ തോന്നുന്നുണ്ട് നിനക്ക്? The wind wasn't too bad. കാറ്റ് അത്രയും മോശമായിരുന്നില്ല. ശക്തമായ കാറ്റ് റോബിൻസന് പുതിയ അനുഭവമായതുകൊണ്ട് റോബിൻസൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, It was a terrible storm. ഭയങ്കര കാറ്റായിരുന്നു അത്. It was a terrible storm. Oh, that wasn't a storm, my friend answered. Just a little wind. Forget it. Come and have a drink. That wasn't a storm. അതൊരു കൊടുങ്കാറ്റായിരുന്നില്ല. Just a little wind. അത് കൊടുങ്കാറ്റായിരുന്നില്ല, ഒരു ചെറിയ കാറ്റ് മാത്രമായിരുന്നു എന്ന് റോബിൻസന്റെ സുഹൃത്ത് റോബിൻസനോട് പറഞ്ഞു. Come and have a drink. വന്ന് കുടിക്കൂ എന്ന് റോബിൻസന്റെ സുഹൃത്ത് റോബിൻസനോട് പറഞ്ഞു. After a few drinks with my friend, I felt better. I forgot about the danger and decided not to go home. I didn't want my friends and family to laugh at me. After a few drinks with my friend, I felt better. സുഹൃത്തിൻ്റെ ഒപ്പം കുടിച്ചതിന് ശേഷം എനിക്ക് സുഖം തോന്നി. I felt better. I forgot about the danger and decided not to go home. ഞാൻ അപകടത്തെക്കുറിച്ച് മറന്നു, വീട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനമെടുത്തു. I decided not to go home. വീട്ടിലേക്ക് പോകണ്ട എന്ന് ഞാൻ തീരുമാനമെടുത്തു. I didn't want my friends and family to laugh at me. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയും എന്നെ കളിയാക്കി ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. I stayed in London for some time, but I still wanted to go to sea. So, when the captain of a ship asked me to go with him to Guinea in Africa, I agreed. And so I went to sea for the second time. I stayed in London for some time. ഞാൻ കുറച്ചു നാൾ ലണ്ടനിൽ സ്റ്റേ ചെയ്തു, താമസിച്ചു. But I still wanted to go to sea. ഞാൻ അപ്പോഴും കടലിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. So when the captain of the ship asked me to go with him to Guinea in Africa, I agreed. തൻ്റെ ഒപ്പം ആഫ്രിക്കയിലെ ഗിനിയിലേക്ക് വരണമെന്ന് കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സമ്മതിച്ചു. And so I went to sea for the second time.
അങ്ങനെ ഞാൻ രണ്ടാമതും കടലിലേക്ക് പോയി. It was a good ship, and everything went well at first, but I was very ill again. Then, when we were near the Canary Islands, a Turkish pirate ship came after us. It was a good ship and everything went well at first. അതൊരു നല്ല കപ്പലായിരുന്നു. ആരംഭത്തിൽ എല്ലാം വളരെ നന്നായി പോയി. But I was very ill again. വീണ്ടും എനിക്ക് സുഖമില്ലാതായി. When we were near the Canary Islands, ഞങ്ങൾ കാനറി ഐലൻഡ്സിന്റെ സമീപത്തെത്തിയപ്പോൾ a Turkish pirate ship came after us. Pirate ship. കടൽ കൊള്ളക്കാരുടെ കപ്പലിനെയാണ് പൈററ്റ് ഷിപ്പ് എന്ന് പറയുന്നത്. Come after somebody, to chase or follow somebody. കടൽ കൊള്ളക്കാരുടെ കപ്പൽ റോബിൻസൺ സഞ്ചരിച്ചിരുന്ന കപ്പലിനെ പിന്തുടർന്നു. They were famous thieves of the sea at that time. There was a long, hard fight, but when it finished, we and the ship were prisoners. They were famous thieves of the sea at that time. ടർക്കിഷുകാരായ കടൽ കൊള്ളക്കാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും പേരുകേട്ട കടൽ കൊള്ളക്കാരായിരുന്നു. There was a long, hard fight, but when it finished, we and the ship were prisoners. കഠിനമായ നീണ്ടുനിന്ന യുദ്ധമാണ് നടന്നത്. പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ ഞങ്ങളും കപ്പലും തടവുകാരായി മാറിയിരുന്നു. റോബിൻസന് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. They were famous thieves of the sea at that time. There was a long, hard fight, but when it finished, we and the ship were prisoners. The Turkish captain and his men took us to Salih in Morocco. They wanted to sell us as slaves in the markets there. But in the end, the Turkish captain decided to keep me for himself and took me home with him. This was a sudden and terrible change in my life. I was now a slave, and this Turkish captain was my master. കടലിനെ സ്നേഹിച്ചിരുന്ന, സാഹസികത നിറഞ്ഞ കടൽ യാത്രകൾ ആഗ്രഹിച്ചിരുന്ന റോബിൻസൺ എന്ന ചെറുപ്പക്കാരൻ കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുകയും ടർക്കിഷ് ക്യാപ്റ്റന്റെ അടിമയായി മാറുകയും ചെയ്തു. അടിമയായി മാറിയ റോബിൻസൺ എന്ന വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. For 2 long years, I lived the life of a slave. നീണ്ട 2 വർഷം ഞാൻ അടിമയായി ജീവിച്ചു. I worked in the house and the garden. ഞാൻ വീട്ടിലും പൂന്തോട്ടത്തിലും ജോലി ചെയ്തു. Every day I planned to escape, but it was never possible. എല്ലാ ദിവസവും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ അത് സാധ്യമായിരുന്നില്ല. I thought about it day and night. രാത്രിയും പകലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. Think എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് thought. For 2 long years, I lived the life of a slave. I worked in the house and the garden,
and every day I planned to escape, but it was never possible. I thought about it day and night. My master liked to go fishing in a little boat, and he always took me with him. എൻ്റെ യജമാനന് ചെറിയൊരു ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നത് ഇഷ്ടമായിരുന്നു. പോകുന്ന സമയത്ത് എപ്പോഴും എന്നെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. A man called Merle and a young boy also went with us. Merle എന്ന വ്യക്തിയും ഒരു ചെറിയ കുട്ടിയും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. My master liked to go fishing in a little boat, and he always took me with him. A man called Merle and a young boy also went with us. One day, my master said to us, ഒരു ദിവസം യജമാനൻ ഞങ്ങളോട് പറഞ്ഞു, Some of my friends want to go fishing tomorrow. Get the boat ready. തൻ്റെ സുഹൃത്തുക്കളിൽ കുറച്ചു പേർ തൊട്ടടുത്ത ദിവസം മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ബോട്ട് റെഡിയാക്കി വയ്ക്കാനും യജമാനൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. One day, my master said to us, Some of my friends want to go fishing tomorrow. Get the boat ready. We put a lot of food and drink on the boat. ബോട്ടിൽ ഞങ്ങൾ ഭക്ഷണവും പാനീയവും ശേഖരിച്ചു. And the next morning, we waited for my master and his friends. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ യജമാനനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി കാത്തുനിന്നു. When my master arrived, he was alone. പക്ഷേ യജമാനൻ വന്ന സമയത്ത് അദ്ദേഹം തനിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സുഹൃത്തുക്കളാരും ഉണ്ടായിരുന്നില്ല. So, we put a lot of food and drink on the boat, and the next morning, we waited for my master and his friends. But when my master arrived, he was alone. My friends don't want to go fishing today, he said to me. തൻ്റെ സുഹൃത്തുക്കൾ ആ ദിവസം മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. You go with Merle and the boy and catch some fish for our supper tonight. Merle എന്ന വ്യക്തിയോടും കുട്ടിയോടും കൂടെ കടലിൽ പോയി മീൻ പിടിക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ന് രാത്രി അത്താഴത്തിന് വേണ്ടിയുള്ള മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്നോട് എൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടത്. My friends don't want to go fishing today, he said to me. But you go with Merle and the boy and catch some fish for our supper tonight. Yes, master, I answered. ശരി യജമാനനെ എന്ന് ഞാൻ ഉത്തരം നൽകി. Quietly, ശാന്തമായാണ് ഞാൻ പറഞ്ഞത്. But inside I was excited. പുറമേ ശാന്തമായാണ് ഞാൻ പ്രതികരിച്ചതെങ്കിലും ഉള്ളിൽ എനിക്ക് നല്ല ആവേശമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? Perhaps now I can escape, I said to myself. ഒരു പക്ഷേ എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Yes, master, I answered quietly. But inside I was excited. Perhaps now I can escape, I said to myself. My master went back to his friends and we took the boat out to sea. ഞങ്ങളുടെ യജമാനൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ കടലിലേക്ക് ബോട്ടിൽ പോയി. For a time we fished quietly. കുറച്ച് സമയം ഞങ്ങൾ ശാന്തമായി മീൻ പിടിച്ചു. And then I moved carefully behind Merle and knocked him into the water. വളരെ ശ്രദ്ധാപൂർവം ഞാൻ മേളിയുടെ പുറകുവശത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് തട്ടിയിടുകയും ചെയ്തു. Swim, swim to the shore. കരയിലേക്ക് നീന്താൻ ഞാൻ അദ്ദേഹത്തോട് ഉറക്കെ ആവശ്യപ്പെട്ടു. My master went back to his friends and we took the boat out to sea.
For a time, we fished quietly. And then I moved carefully behind Murli and knocked him into the water. "Swim!" I cried. "Swim to the shore!" My master liked to shoot seabirds, and so there were guns on the boat. എൻ്റെ യജമാനന് കടൽ പക്ഷികളെ വേട്ടയാടുന്നത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ബോട്ടിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. Quickly, I took one of these guns. ഉടനെ ഞാൻ ഒരു തോക്കെടുത്തു. Merle was swimming after the boat, and I shouted him. മേളി എന്ന വ്യക്തി ബോട്ടിന്റെ പുറകിൽ കൂടെ നീന്തുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഉറക്കെ ദേഷ്യത്തിൽ പറഞ്ഞു, My master liked to shoot seabirds, and so there were guns on the boat. Quickly, I took one of these guns. Merle was swimming after the boat, and I shouted to him, Go back to the shore. കരയിലേക്ക് തിരിച്ചു പോകൂ. You can swim there. നിങ്ങൾക്ക് അങ്ങോട്ട് നീന്താൻ സാധിക്കും. It's not too far. അധികം ദൂരെയല്ല അത്. I won't hurt you. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. But if you come near the boat, I'll shoot you through the head. പക്ഷേ ബോട്ടിന് സമീപത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് ഞാൻ ഉറക്കെ മേളിയോട് പറഞ്ഞു. Merle turned and swam back to the shore as quickly as he could. ഇത് കേട്ട ഉടനെ മേളി കരയിലേക്ക് തിരിഞ്ഞ് സാധിക്കാവുന്നത്രയും വേഗത്തിൽ നീന്തി. Go back to the shore. You can swim there. It's not too far. I won't hurt you, but if you come near the boat, I'll shoot you through the head. So Merle turned and swam back to the shore as quickly as he could. Then I said to the boy, പിന്നീട് ഞാൻ കുട്ടിയോട് പറഞ്ഞു, Suri, if you help me, I'll be a good friend to you. Suri, നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സുഹൃത്തായിരിക്കും. If you don't help me, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ല എങ്കിൽ I'll push you into the sea too. നിങ്ങളെയും ഞാൻ കടലിലേക്ക് തള്ളിയിടും. Then I said to the boy, Zuri, if you help me, I'll be a good friend to you. If you don't help me, I'll push you into the sea too. Zuri was happy to help me. Zuriക്ക് എന്നെ സഹായിക്കാൻ സന്തോഷമായിരുന്നു. I'll go all over the world with you, he cried. ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഞാൻ വരാൻ തയ്യാറാണെന്ന് സൂരി ഉറക്കെ പറഞ്ഞു. I wanted to sail to the Canary Islands. കനേറി ഐലൻഡ്സിലേക്ക് കപ്പൽ മാർഗം പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. But I was afraid to go too far from the shore. കരയിൽ നിന്നും വളരെ അകലെ പോകാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു. But Zuri was happy to help me. I'll go all over the world with you, he cried. I wanted to sail to the Canary Islands, but I was afraid to go too far from the shore. It was only a small boat. അതൊരു ചെറിയ ബോട്ടായിരുന്നു. And so we sailed on south for some days. ചെറിയൊരു ബോട്ട് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ തെക്കുവശത്തേക്ക് കുറച്ച് ദിവസം യാത്ര ചെയ്തു. We had very little water. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And it was dangerous country here with many wild animals. കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ അപകടം നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. It was only a small boat. And so we sailed on south for some days. We had very little water, and it was dangerous country here with many wild animals. We were afraid. ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. But we often had to go on shore to get more water. വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി
കരയിലേക്ക് ഞങ്ങൾക്ക് പലതവണ പോകേണ്ടതുണ്ടായിരുന്നു. വൺസ് ഐ യൂസ്ഡ് എ ഗൺ ടു ഷൂട്ട് എ വൈൽഡ് ആനിമൽ. ഒരു തവണ ഒരു കാട്ടുമൃഗത്തെ വേട്ടയാടുന്നതിന് വേണ്ടി ഞാൻ തോക്കുപയോഗിച്ചു. ഐ ഡോണ്ട് നോ വാട്ട് ആനിമൽ ഇറ്റ് വാസ്. അത് ഏത് മൃഗമായിരുന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് മെയ്ഡ് എ ഗുഡ് മീൽ. പക്ഷേ അതൊരു നല്ല ഭക്ഷണമായി. We were afraid, but we often had to go on shore to get more water. Once I used a gun to shoot a wild animal. I don't know what animal it was, but it made a good meal. For about 10 or 12 days, we sailed on south. 10-12 ദിവസം ഞങ്ങൾ തെക്കോട്ട് കടൽ യാത്ര ചെയ്തു. One day, we saw some people on the shore. ഒരു ദിവസം കരയിൽ ഞങ്ങൾ കുറച്ച് മനുഷ്യരെ കണ്ടു. Strange, wild people who did not look friendly. കാട്ടുമനുഷ്യരെയാണ് ഞങ്ങൾ കണ്ടത്. For about 10 or 12 days, we sailed on south, down the coast of Africa. Then, one day, we saw some people on the shore. Strange, wild people who did not look friendly. We had very little food. ഞങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. We really needed help. ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നു. We were afraid. ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. But we had to go on shore. പക്ഷേ ഞങ്ങൾക്ക് കരയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. At first, they were afraid of us too. ആരംഭത്തിൽ അവർക്ക് ഞങ്ങളെയും ഭയമായിരുന്നു. Perhaps white people never visited this coast. ഒരു പക്ഷേ വെള്ളക്കാരായ ആരും തന്നെ ഈ തീരം സന്ദർശിച്ചിട്ടുണ്ടാകില്ല. By now, we had very little food, and we really needed help. We were afraid, but we had to go on shore. At first, they were afraid of us too. Perhaps white people never visited this coast. We did not speak their language, of course. തീർച്ചയായും ഞങ്ങൾ അവരുടെ ഭാഷ സംസാരിച്ചില്ല. We used our hands and faces to show that we were hungry. ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൈകളും മുഖവും ഉപയോഗിച്ച് ആംഗ്യഭാഷയിലൂടെ അവരോട് ആശയവിനിമയം നടത്തി. We did not speak their language, of course. So we used our hands and faces to show that we were hungry. They came with food for us. അവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുതന്നു. They moved away quickly. ഭക്ഷണം തന്നതിന് ശേഷം പെട്ടെന്ന് അവർ പിന്നിലോട്ട് മാറി. We carried the food to our boat. ഞങ്ങൾ ഭക്ഷണം ബോട്ടിലേക്ക് കൊണ്ടുപോയി. And they watched us. അവർ ഞങ്ങളെ നോക്കി നിന്നു. I tried to thank them. ഞാൻ അവരോട് നന്ദി പറയാൻ ശ്രമിച്ചു. But I had nothing to give them. പക്ഷെ എൻ്റെ കയ്യിൽ അവർക്ക് നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. They came with food for us, but then they moved away quickly. We carried the food to our boat, and they watched us. I tried to thank them, but I had nothing to give them. Just then, two big wild cats came down to the shore from the mountains. പെട്ടെന്ന് രണ്ട് വലിയ കാട്ടുപൂച്ചകൾ, വൈൽഡ് കാറ്റ്സ് അല്ലെങ്കിൽ ബിഗ് കാറ്റ്സ് എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് കാറ്റ് ഫാമിലിയിൽപ്പെട്ട വലിയ മൃഗങ്ങളെയാണ്. ലയൺസ്, ടൈഗേഴ്സ് എക്സെട്ര. രണ്ട് കാട്ടുപൂച്ചകൾ മലയിൽ നിന്നും തീരത്തേക്ക് വന്നു. ഐ തിങ്ക് ദേ വർ ലെപ്പർഡ്സ്. എനിക്ക് തോന്നുന്നത് അവ പുള്ളിപ്പുലികളായിരുന്നു എന്നാണ്. ദ പീപ്പിൾ വെർ അഫ്രേഡ് ഓഫ് ദിസ് വൈൽഡ് കാറ്റ്സ്. ആ കാട്ടുമനുഷ്യർക്ക് ഈ കാട്ടുപൂച്ചകളെ ഭയമായിരുന്നു. ദി വിമൻ ക്രൈഡ് ഔട്ട്. സ്ത്രീകളെല്ലാം ഉറക്കെ കരഞ്ഞു. Woman, women, വുമൺ എന്നതിന്റെ പ്ലൂറൽ ഫോം വിമിൻ ആണ്. women, Quickly, I took a gun. പെട്ടെന്ന് ഞാനൊരു തോക്കെടുത്തു.
and shot one of the animals. ആ മൃഗങ്ങളിൽ ഒന്നിനെ ഞാൻ വെടിവെച്ചിട്ടു. The second wild cat ran back up into the mountains. രണ്ടാമത്തെ കാട്ടുപൂച്ച മലയിലേക്ക് ഓടിപ്പോയി. Just then, two big wild cats came down to the shore from the mountains. I think they were leopards. The people were afraid of these wild cats, and the women cried out. Quickly, I took a gun and shot one of the animals. The second wild cat ran back up into the mountains. Guns were new to these African people. ആഫ്രിക്കക്കാരായ ഈ ജനങ്ങൾക്ക് തോക്കുകൾ പുതുമയുള്ള കാര്യമായിരുന്നു. They were afraid of loud noise and the smoke. വലിയ സ്വരവും പുകയും അവരെ ഭയമുള്ളവരാക്കി. They were happy about the dead wild cat. ആ മൃഗം കൊല്ലപ്പെട്ടതുകൊണ്ട് അവർ വളരെ സന്തോഷിച്ചു. I gave them the meat of the dead animal. കൊല്ലപ്പെട്ട മൃഗത്തിന്റെ മാംസം ഞാൻ അവർക്ക് നൽകി. They gave us more food and water. അവർ ഞങ്ങൾക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും നൽകി. Guns were new to these African people, and they were afraid of the loud noise and the smoke. But they were happy about the dead wild cat. I gave them the meat of the dead animal, and they gave us more food and water. We now had a lot of food and water. ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവുമുണ്ട്. And we sailed on. ഞങ്ങൾ കടൽ യാത്ര തുടർന്നു. 11 days later, we came near the Cape Verde Islands. 11 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കേപ്പ് വെർഡെ ഐലൻഡ്സിന് സമീപമെത്തി. We could see them. ഞങ്ങൾക്ക് അവരെ കാണാൻ സാധിച്ചു. But we couldn't get near because there was no wind. ഞങ്ങൾക്ക് അടുത്തെത്താൻ സാധിച്ചില്ല കാരണം കാറ്റുണ്ടായിരുന്നില്ല. We waited. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. We now had a lot of food and water, and we sailed on. 11 days later, we came near the Cape Verde Islands. We could see them, but we couldn't get near because there was no wind. We waited. Suddenly, Zuri called to me, "Look, a ship!" He was right. We called and shouted and sailed our little boat as fast as we could. സാധിക്കാവുന്നത്രയും വേഗത്തിൽ കപ്പലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്തു. The ship did not see us. കപ്പലിൽ ആരും തന്നെ ഞങ്ങളെ കണ്ടില്ല. Then I remembered the guns which made a lot of smoke. പിന്നെ ഞാൻ പുകയുണ്ടാക്കിയ തോക്കിനെ കുറിച്ച് ഓർത്തു. A few minutes later, the ship saw us and turned. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കപ്പലിലുള്ളവർ ഞങ്ങളെ കാണുകയും തിരിച്ചു വരികയും ചെയ്തു. But the ship did not see us. Then I remembered the guns which made a lot of smoke. A few minutes later, the ship saw us and turned. കപ്പലിൽ എത്തിച്ചേർന്ന റോബിൻസനും സൂറിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. When we were on the ship, the Portuguese captain listened to my story. He was going to Brazil
and agreed to help me. But he wanted nothing for his help. No, he said, when I tried to pay him. Perhaps one day someone will help me when I need it. But he gave me money for my boat and for Zuri too. At first, I did not want to sell Zuri as a slave, after all our dangerous adventures together. But Zuri was happy to go to the captain. And the captain was a good man. In 10 years' time, he said, Zuri can go free. When we arrived in Brazil 3 weeks later, I said goodbye to the captain and Zuri, left the ship, and went to begin a new life. I stayed in Brazil and worked hard for some years. ഞാൻ കുറച്ച് വർഷങ്ങൾ ബ്രസീലിൽ താമസിക്കുകയും കഠിനമായി ജോലി ചെയ്യുകയും ചെയ്തു. By then, I was rich. ഞാൻ അങ്ങനെ പണക്കാരനായി മാറി. But also bored. എനിക്ക് മടുപ്പ് തോന്നിയിരുന്നു. One day, some friends came to me and said, "We are going to Africa to do business. Why don't you come with us?" ഒരു ദിവസം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വരികയും കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് അവർ പോകുകയാണെന്നും പറഞ്ഞു. Why don't you come with us? We'll be rich after this journey. കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് വരുവാൻ റോബിൻസന്റെ കൂട്ടുകാർ റോബിൻസനെ ക്ഷണിച്ചു. യാത്രയ്ക്ക് ശേഷം അവരെല്ലാം പണക്കാരായി മാറുമെന്നും റോബിൻസനോട് റോബിൻസന്റെ കൂട്ടുകാർ പറഞ്ഞു. I stayed in Brazil and worked hard for some years. By then I was rich, but also bored. One day, some friends came to me and said, "We're going to Africa to do business. Why don't you come with us? We'll all be rich after this journey." How stupid I was. എത്ര വിഡ്ഢിയായിരുന്നു ഞാൻ. I had an easy, comfortable life in Brazil. എനിക്ക് സുഖപ്രദമായ നല്ലൊരു ജീവിതമായിരുന്നു ബ്രസീലിൽ ഉണ്ടായിരുന്നത്. But of course, I agreed. തീർച്ചയായും ഞാൻ സമ്മതിച്ചു. And so in 1659, I went to sea again. അങ്ങനെ 1659 ഞാൻ വീണ്ടും കടലിലേക്ക് പോയി. How stupid I was. I had an easy, comfortable life in Brazil, but of course I agreed. And so, in 1659, I went to sea again. At first, all went well. ആരംഭത്തിലെല്ലാം നന്നായിരുന്നു. But then, there was a terrible storm. ആരംഭത്തിലെല്ലാം വളരെ നന്നായിരുന്നുവെങ്കിലും പിന്നീട് ശക്തമായ കൊടുങ്കാറ്റുണ്ടായി. For 12 days, the wind and the rain didn't stop. 12 ദിവസം കാറ്റും മഴയും നിന്നില്ല. We lost 3 men in the sea. 3 പേരെ ഞങ്ങൾക്ക് കടലിൽ നഷ്ടപ്പെട്ടു. And soon the ship had holes in its sides. അധികം വൈകാതെ കപ്പലിന്റെ വശങ്ങളിൽ ദ്വാരങ്ങളുമുണ്ടായി. At first, all went well. But then there was a terrible storm. For 12 days, the wind and the rain didn't stop. We lost 3 men in the sea, and soon the ship had holes in its sides. We are all going to die this time, I said to myself. ഞങ്ങളെല്ലാം മരിക്കാൻ പോവുകയാണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Then one morning, one of the sailors saw land. ഒരു ദിവസം പ്രഭാതത്തിൽ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തി കര കണ്ടു. But the next minute, our ship hit some sand just under the sea. അടുത്ത നിമിഷം തന്നെ
ഞങ്ങളുടെ കപ്പൽ അടിയിലുള്ള മണലിൽ തട്ടി. The ship could not move and we were really in danger now. കപ്പലിന് പിന്നീട് ചലിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ അപകടത്തിലുമായി. We're all going to die this time, I said to myself. Then one morning, one of the sailors saw land. But the next minute, our ship hit some sand just under the sea. The ship could not move, and we were really in danger now. The sea was trying to break the ship into pieces. കടൽ ഞങ്ങളുടെ കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. We had very little time. ഞങ്ങൾക്കധികം സമയം ഉണ്ടായിരുന്നില്ല. Quickly, we put a boat into the sea and got off the ship. ഉടനെ തന്നെ ഞങ്ങൾ ഒരു ചെറിയ ബോട്ട് കടലിലേക്ക് ഇടുകയും കപ്പലിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. The sea was very rough. കടൽ ശാന്തമായിരുന്നില്ല. തിരമാലയും കാറ്റുമെല്ലാം ഉണ്ടായിരുന്നു. Our little boat could not live for long in that wild water. ഞങ്ങളുടെ ചെറിയ ബോട്ടിന് തിരയിലും കാറ്റിലും അധികം സമയം നിലനിൽക്കാൻ സാധിച്ചില്ല. The sea was trying to break the ship into pieces, and we had very little time. Quickly, we put a boat into the sea and got off the ship. But the sea was very rough, and our little boat could not live for long in that wild water. Half an hour later, അരമണിക്കൂറിന് ശേഷം, the angry sea turned our boat over. കലിതുള്ളിയ കടൽ ഞങ്ങളുടെ ബോട്ട് മറച്ചിട്ടു. We were all in the water. ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലേക്ക് വീണു, വെള്ളത്തിലായി. I looked round for my friends. ഞാൻ ചുറ്റുപാടും എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നോക്കി. I could see nobody. I was alone. ആരെയും കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ തനിച്ചായിരുന്നു. I could see nobody എന്ന് പറഞ്ഞാൽ I couldn't see anyone എന്നാണ് അർത്ഥം. രണ്ട് രീതിയിലും നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. I was alone. ഞാൻ തനിച്ചായിരുന്നു. Half an hour later, the angry sea turned our boat over, and we were all in the water. I looked round for my friends, but I could see nobody. I was alone. That day I was lucky. ആ ദിവസം ഞാൻ ഭാഗ്യമുള്ളവനായിരുന്നു. And the sea carried me into the shore. കടൽ എന്നെ കരയിലേക്ക് കൊണ്ടുപോയി. I could not see the land. എനിക്ക് കര കാണാൻ സാധിച്ചിരുന്നില്ല. Only mountains of water all around me. എനിക്ക് ചുറ്റും വളരെ ഉയരത്തിലുള്ള വെള്ളം മാത്രമായിരുന്നു, തിരകൾ മാത്രമായിരുന്നു. Suddenly, I felt the ground under my feet. പെട്ടെന്ന് എൻ്റെ കാലുകൾ കടലിൽ താഴെയുള്ള മണലിൽ തൊട്ടു. കാലിന് തൊട്ടു താഴെ കരയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നർത്ഥം. Another mountain of water came, pushed me up the beach, and I fell on the wet sand. മറ്റൊരു വലിയ തിരമാല എന്നെ കരയിലേക്ക് തള്ളിയിട്ടു. ഞാൻ നനഞ്ഞ മണലിൽ വീണു. That day I was lucky, and the sea carried me to the shore. I could not see the land, only mountains of water all around me. Then, suddenly, I felt the ground under my feet. Another mountain of water came, pushed me up the beach, and I fell on the wet sand. At first, I was very thankful to be alive. ആരംഭത്തിൽ ജീവിച്ചിരുന്നതിനെ ഓർത്ത് നന്ദിയുള്ളവനായി എന്നർത്ഥം. Slowly, I got to my feet and went higher up the shore. പതുക്കെ തീരത്ത് ഉയർന്ന പ്രദേശത്തേക്ക് ഞാൻ നടന്നുപോയി. From there, I looked out to sea. അവിടെ നിന്നും ഞാൻ കടലിലോട്ട് നോക്കി. I could see our ship. ഞങ്ങളുടെ കപ്പൽ എനിക്ക് കാണാൻ സാധിച്ചു.
but it was wrecked and there was nobody near it. പക്ഷേ അത് തകർന്നിരുന്നു, ആരും തന്നെ അതിന് സമീപം ഉണ്ടായിരുന്നില്ല. At first, I was very thankful to be alive. Slowly, I got to my feet and went higher up the shore. From there, I looked out to sea. I could see our ship, but it was wrecked, and there was nobody near it. There was nobody in the water. ആരും തന്നെ വെള്ളത്തിൽ ഉണ്ടായിരുന്നില്ല. All my friends were dead. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മരിച്ചിരുന്നു. I was alive, but in a strange, wild country, with no food, no water, and no gun. തോക്കോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഞാൻ മാത്രം ജീവനോടെയിരുന്നു. There was nobody in the water. All my friends were dead. I was alive, but in the strange, wild country, with no food, no water, and no gun. It was dark now, and I was tired. സമയം വൈകിയിരുന്നു, ഇരുട്ടായിരുന്നു, and I was tired. ഞാൻ ക്ഷീണിതനുമായിരുന്നു. I was afraid to sleep on the shore. കടൽ തീരത്ത് കിടന്നുറങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. Perhaps there were wild animals there. ഒരു പക്ഷേ അവിടെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നാലോ എന്നതായിരുന്നു എൻ്റെ ഭയം. So I went up into a tree and I stayed there all night. ഭയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മരത്തിന് മുകളിൽ കയറി അവിടെ രാത്രി മുഴുവൻ ചിലവഴിച്ചു. It was dark now, and I was tired. I was afraid to sleep on the shore. Perhaps there were wild animals there. So I went up into a tree, and I stayed there all night. When day came, the sea was quiet again. നേരം വെളുത്തപ്പോൾ കടൽ വീണ്ടും ശാന്തമായിരുന്നു. I looked for our ship. ഞാൻ ഞങ്ങളുടെ കപ്പൽ എവിടെയാണെന്ന് നോക്കി. To my surprise, it was still there. അതിശയമെന്നോണം അതവിടെ ഉണ്ടായിരുന്നു. Still in one piece. തകർന്നിട്ടുണ്ടായിരുന്നില്ല, തകരാതെ അതവിടെ ഉണ്ടായിരുന്നു. I think I can swim to it, I said to myself. എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അടുത്തേക്ക് നീന്താൻ സാധിക്കുമെന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. When day came, the sea was quiet again. I looked for our ship, and to my surprise, it was still there and still in one piece. I think I can swim to it, I said to myself. I walked down to the sea. ഞാൻ താഴെ കടലിലോട്ട് ചെന്നു. And before long, I was at the ship. അധികം വൈകാതെ ഞാൻ കപ്പലിന് സമീപം എത്തി. And was swimming around it. ഞാൻ കപ്പലിന് ചുറ്റും നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. How could I get onto it? കപ്പലിലേക്ക് എങ്ങനെ ഞാൻ കടക്കും? ഇതായിരുന്നു എൻ്റെ ചോദ്യം. In the end, അവസാനം, I got in through a hole in the side. ഒരു വശത്തുള്ള ദ്വാരത്തിലൂടെ ഞാൻ കപ്പലിനുള്ളിൽ പ്രവേശിച്ചു. It wasn't easy. അത് എളുപ്പമായിരുന്നില്ല. So I walked down to the sea, and before long, I was at the ship and was swimming round it. But how could I get onto it? In the end, I got in through a hole in the side, but it wasn't easy. There was a lot of water in the ship. കപ്പലിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. The sand under the sea was still holding the ship in one place. കപ്പൽ കടലിലടിയിലുള്ള മണലിൽ താഴ്ന്നു പോവുകയും അനങ്ങാതെ നിൽക്കുകയും ചെയ്തു എന്ന് സാരം. The back of the ship was high out of the water. കപ്പലിൻ്റെ പുറകുവശം വെള്ളത്തിൽ നിന്നും പൊന്തി നിന്നിരുന്നു. I was very thankful for this.
because all the ship's food was there. കപ്പലിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം കപ്പലിൻ്റെ പുറകുവശത്തായിരുന്നു. കപ്പലിൻ്റെ പുറകുവശം വെള്ളത്തിൽ നിന്നും പൊന്തി നിന്നതിനാൽ ഭക്ഷണമൊന്നും നാശമായില്ല എന്നർത്ഥം. There was a lot of water in the ship, but the sand under the sea was still holding the ship in one place. The back of the ship was high out of the water, and I was very thankful for this because all the ship's food was there. I was very hungry. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. I began to eat something at once. ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു. Then I decided to take some of it back to the shore with me. കുറച്ച് ഭക്ഷണം കരയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. How could I get it there? എങ്ങനെ ഞാൻ ഭക്ഷണം കരയിലേക്ക് എത്തിക്കും? അതായിരുന്നു എൻ്റെ ചോദ്യം. I was very hungry, so I began to eat something at once. Then I decided to take some of it back to the shore with me. But how could I get it there? I looked around the ship. ഞാൻ കപ്പലിന് ചുറ്റും നോക്കി. After a few minutes, അല്പസമയത്തിന് ശേഷം, I found some long pieces of wood. നീളമുള്ള കുറച്ച് മരങ്ങൾ ഞാൻ കണ്ടെത്തി. I tied them together with rope. കയർ ഉപയോഗിച്ച് ഞാനത് കൂട്ടിക്കെട്ടി. Then I got the things that I wanted from the ship. കപ്പലിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കണ്ടെത്തി. I looked around the ship, and after a few minutes, I found some long pieces of wood. I tied them together with rope. Then I got the things that I wanted from the ship. There was a big box of food, rice and salted meat and hard ship's bread. I also took many strong knives and other tools, the ship's sails and ropes, paper, pens, books, and 7 guns. Now I needed a little sail from the ship, and then I was ready. Slowly and carefully, I went back to the shore. It was difficult to stop my things from falling into the sea, but in the end, I got everything onto the shore. കപ്പലിൽ നിന്നും റോബിൻസൺ ശേഖരിച്ച വസ്തുക്കളെല്ലാം കരയിലെത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. എങ്കിൽ കൂടിയും അവയെല്ലാം കരയിലെത്തിക്കാൻ റോബിൻസന് സാധിച്ചു. Now I needed somewhere to keep my things. തകർന്ന കപ്പലിൽ നിന്നും റോബിൻസൺ ശേഖരിച്ച വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം റോബിൻസന് ആവശ്യമുണ്ടായിരുന്നു. There were some hills around me. അവിടെ എനിക്ക് ചുറ്റും കുറച്ച് കുന്നുകൾ ഉണ്ടായിരുന്നു. I decided to build myself a little house on one of them. കുന്നുകളിൽ ഒന്നിൽ എനിക്ക് വേണ്ടി ഒരു ചെറിയ വീട് പണിയുവാൻ ഞാൻ തീരുമാനിച്ചു. I walked to the top of the highest hill and looked down. ഏറ്റവും ഉയരമുള്ള കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ നടന്നു ചെന്നു താഴോട്ട് നോക്കി. Now I needed somewhere to keep my things. There were some hills around me, so I decided to build myself a little house on one of them. I walked to the top of the highest hill and looked down. I was very unhappy because I saw then that I was on an island. ഞാനൊരു ദ്വീപിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. There were 2 smaller islands a few miles away. കുറച്ചകലെയായി 2 ചെറിയ ദ്വീപുകൾ ഉണ്ടായിരുന്നു. And after that, only the sea. അതിനുശേഷം കടൽ മാത്രമായിരുന്നു. I was very unhappy because I saw then that I was on an island. There were 2 smaller islands a few miles away, and after that,
only the sea. Just the sea, for mile after mile after mile. After a time, I found a little cave in the side of a hill. കുറച്ച് സമയത്തിന് ശേഷം ഒരു കുന്നിൻ്റെ ചെരിവിലായി ഞാനൊരു ഗുഹ കണ്ടെത്തി. In front of it, there was a good place to make a home. ഗുഹയ്ക്ക് മുൻപിലായി വീട് നിർമ്മിക്കാനുള്ള നല്ലൊരു സ്ഥലമുണ്ടായിരുന്നു. I used the ship's sails, rope and pieces of wood. മരക്കഷണങ്ങളും കയറും കപ്പൽ പായയും ഞാൻ ഉപയോഗിച്ചു. After a lot of hard work, I had a very fine tent. കുറേ നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ എനിക്കൊരു കൂടാരം ലഭിച്ചു. After a time, I found a little cave in the side of a hill. In front of it, there was a good place to make a home. So I used the ship's sails, rope, and pieces of wood. And after a lot of hard work, I had a very fine tent. The cave at the back of my tent was a good place to keep my food. എൻ്റെ കൂടാരത്തിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന ഗുഹ ഭക്ഷണം സൂക്ഷിക്കാനുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. So I called it my kitchen. അതുകൊണ്ട് ഞാൻ അതിനെ അടുക്കള എന്ന് വിളിച്ചു. That night, I went to sleep in my new home. അന്ന് രാത്രി ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ ഉറങ്ങി. The cave at the back of my tent was a good place to keep my food, and so I called it my kitchen. That night, I went to sleep in my new home. The next day, I thought about the possible dangers on the island. അടുത്ത ദിവസം ദ്വീപിൽ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. Were there wild animals and perhaps wild people too on my island? ഞാൻ താമസിച്ചിരുന്ന ദ്വീപിൽ കാട്ടുമനുഷ്യരോ കാട്ടുമൃഗങ്ങളോ ഉണ്ടായിരിക്കുമോ എന്നതായിരുന്നു എൻ്റെ ചിന്ത. I didn't know. എനിക്കറിയില്ലായിരുന്നു. I was very afraid. എനിക്ക് വളരെ ഭയമുണ്ടായിരുന്നു. The next day, I thought about the possible dangers on the island. Were there wild animals? And perhaps wild people too on my island? I didn't know, but I was very afraid. I decided to build a very strong fence. ഉറപ്പുള്ള ഒരു വേലി നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചു. I cut down young trees and put them in the ground. ഞാൻ ചെറിയ മരങ്ങൾ മുറിച്ചാണ് വേലി നിർമ്മിച്ചത്. In a half circle around the front of my tent. എൻ്റെ കൂടാരത്തിന് മുൻപിലായി അർദ്ധവൃത്താകൃതിയിൽ ഞാൻ മരങ്ങൾ ഉപയോഗിച്ച് വേലിയുണ്ടാക്കി. So I decided to build a very strong fence. I cut down young trees and put them in the ground, in a half circle around the front of my tent. I used many of the ship's ropes too. ഞാൻ കപ്പലിൻ്റെ കുറെ കയറുകളും ഉപയോഗിച്ചു. In the end, my fence was as strong as a stone wall. ഞാൻ നിർമ്മിച്ച വേലി കല്ലുകൊണ്ടുള്ള മതിൽ പോലെ ഉറപ്പുള്ളതായിരുന്നു. Nobody could get over it, through it or round it. ആർക്കും തന്നെ ആ വേലിയുടെ മുകളിലൂടെയോ ഉള്ളിലൂടെയോ അതിക്രമിച്ചു കയറാൻ സാധിക്കുകയില്ലായിരുന്നു എന്ന് സാരം. I used many of the ship's ropes too. And in the end, my fence was as strong as a stone wall. Nobody could get over it, through it, or round it. Making tents and building fences is hard work. കൂടാരങ്ങൾ നിർമ്മിക്കുന്നതും വേലികൾ നിർമ്മിക്കുന്നതും കഠിനമായ ജോലിയാണ്. I needed many tools.
എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ധാരാളം ഉപകരണങ്ങൾ. I needed many tools to help me. So I decided to go back to the ship again and get some more things. കൂടാരം നിർമ്മിക്കുന്നതിനും വേലി നിർമ്മിക്കുന്നതിനും കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് തകർന്നു കിടക്കുന്ന കപ്പലിലേക്ക് വീണ്ടും പോകുവാൻ ഞാൻ തീരുമാനിച്ചു. Making tents and building fences is hard work. I needed many tools to help me. So I decided to go back to the ship again and get some more things. I went back 12 times. 12 തവണ ഞാൻ തിരികെ പോയി. തകർന്നു കിടക്കുന്ന കപ്പലിലേക്ക് 12 തവണ തിരികെ പോയി എന്ന് സാരം. Soon after my 12th visit, there was another terrible storm. 12 തവണ ഞാൻ കപ്പലിൽ പോയതിനു ശേഷം ഉടനെ തന്നെ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. The next morning, when I looked out to sea, there was no ship. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ കടലിലേക്ക് നോക്കിയപ്പോൾ അവിടെ കപ്പൽ ഉണ്ടായിരുന്നില്ല. I went back 12 times. But soon after my 12th visit, there was another terrible storm. The next morning, when I looked out to sea, there was no ship. When I saw that, I was very unhappy. ഞാനത് കണ്ടപ്പോൾ സന്തോഷമില്ലാത്തവനായി, വളരെ ദുഃഖിതനായി. കപ്പൽ കടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വളരെ ദുഃഖിതനായി എന്ന് സാരം. Why am I alive? ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു? Why are all my friends dead? I asked myself. എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം മരിച്ചുപോയി? ഞാൻ എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നു? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. What will happen to me now? എനിക്ക് ഇനി എന്ത് സംഭവിക്കും? Alone on this island without friends. സുഹൃത്തുക്കളില്ലാത്ത തനിച്ചായ ഈ അവസ്ഥയിൽ ആ ദ്വീപിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് റോബിൻസൺ ചിന്തിച്ചു. How can I ever escape from it? ഈ ദ്വീപിൽ നിന്നും തനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും റോബിൻസൺ തന്നോട് തന്നെ ചോദിച്ചു. When I saw that, I was very unhappy. Why am I alive? And why are all my friends dead? I asked myself. What will happen to me now, alone on this island without friends? How can I ever escape from it? I told myself that I was lucky. ഞാൻ ഭാഗ്യവാനായിരുന്നു എന്ന് എന്നോട് തന്നെ പറഞ്ഞു. Lucky to be alive. ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. Lucky to have food and tools. Lucky to be young and strong. ജീവിച്ചിരിക്കാൻ സാധിച്ചതും ഭക്ഷണമുണ്ടായതും ഉപകരണങ്ങളുണ്ടായതും ചെറുപ്പമുള്ളവനും കരുത്തുള്ളവനുമായിരുന്നതും ഭാഗ്യമായി റോബിൻസൺ കരുതി. I knew that my island was somewhere of the coast of South America. സൗത്ത് അമേരിക്കൻ തീരത്തിന് സമീപം എവിടെയോ ആണ് തന്റെ ദ്വീപെന്ന് റോബിൻസൺ മനസ്സിലാക്കിയിരുന്നു. Then I told myself that I was lucky. Lucky to be alive. Lucky to have food and tools. Lucky to be young and strong. But I knew that my island was somewhere off the coast of South America. Ships did not often come down this coast. കപ്പലുകൾ സാധാരണയായി ഈ തീരത്ത് വന്നിരുന്നില്ല. I said to myself, I'm going to be on this island for a long time. ആ ദ്വീപിൽ കുറേ നാളുകൾ ചിലവഴിക്കേണ്ടി വരുമെന്ന് റോബിൻസൺ തന്നോട് തന്നെ പറഞ്ഞു. On a long piece of wood, I cut these words. ഒരു നീളമുള്ള മരത്തിൽ ഞാൻ ഈ വാക്കുകൾ എഴുതിയിട്ടു. Ships did not often come down this coast, and I said to myself,
I'm going to be on this island for a long time. So, on a long piece of wood, I cut these words. I came here on the 30th of September, 1659. I came here on the 30th of September 1659. I came here on എന്നതിന് ശേഷം the 30th എന്നാണ് നമ്മൾ പറയുന്നത്. എഴുതുന്ന സമയത്ത് ദ അവിടെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ on the 30th of September, ഓഫ് എന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. എഴുതുന്ന സമയത്തും വായിക്കുന്ന സമയത്തും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതില്ല, പക്ഷേ വായിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് നമ്മളത് പറയണം. After that, I decided to make a cut for each day. ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ റോബിൻസൺ ദിവസങ്ങൾ എണ്ണി അങ്ങനെ ആ ദ്വീപിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. I still needed a lot of things. എനിക്ക് അപ്പോഴും കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. Well, I said, I'm going to have to make them. So every day I worked. കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നതിനാൽ റോബിൻസൺ നന്നായി ജോലി ചെയ്തു. I still needed a lot of things. Well, I said, I'm going to have to make them. So every day I worked. First of all, I wanted to make my cave bigger. ആദ്യം തന്നെ എൻ്റെ ഗുഹ വലിയതാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. I carried out stone from the cave. ഗുഹയിൽ നിന്നും കല്ലുകൾ ഞാൻ നീക്കം ചെയ്തു. After many days hard work, കുറേ ദിവസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം I had a large cave in the side of the hill. കുറേ ദിവസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം കുന്നിൻ ചെരിവിലായി എനിക്കൊരു വലിയ ഗുഹ ലഭിച്ചു. First of all, I wanted to make my cave bigger. I carried out stone from the cave, and after many days' hard work, I had a large cave in the side of the hill. I needed a table and a chair, and that was my next job. എനിക്ക് ഒരു കസേരയും മേശയും ആവശ്യമുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ അടുത്ത ജോലി. I had to work on them for a long time. എനിക്ക് വളരെയധികം സമയം ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. I also wanted to make places to put all my food and all my tools and guns. എൻ്റെ ഭക്ഷണവും ഉപകരണങ്ങളും തോക്കുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നിർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. Then I needed a table and a chair, and that was my next job. I had to work on them for a long time. I also wanted to make places to put all my food and all my tools and guns. Every time I wanted a piece of wood, I had to cut down a tree. എനിക്ക് മരം ആവശ്യമുണ്ടായിരുന്നപ്പോഴെല്ലാം മരം മുറിക്കേണ്ടതായി വന്നു. It was long, slow, difficult work. അത് വളരെ ദൈർഘ്യമുള്ള പതുക്കെ ചെയ്യേണ്ട കഠിനമായ പ്രവൃത്തിയായിരുന്നു. And during the next months, I learned to be very clever with my tools. എൻ്റെ ആയുധങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ പഠിച്ചു എന്ന് സാരം. There was no hurry. തിടുക്കമുണ്ടായിരുന്നില്ല. I had all the time in the world. ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ എനിക്ക് വേണ്ടുവോളം സമയം ബാക്കിയുണ്ടായിരുന്നു എന്ന് സാരം. വളരെ തിടുക്കത്തിൽ ഒന്നും തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. But every time I wanted a piece of wood, I had to cut down a tree. It was long, slow, difficult work.
And during the next months, I learnt to be very clever with my tools. There was no hurry. I had all the time in the world. I also went out every day. ഞാൻ എല്ലാ ദിവസവും പുറമെ പോയിരുന്നു. I always had my gun with me. ഞാൻ എപ്പോഴും എൻ്റെ തോക്ക് കൈവശം വെച്ചിരുന്നു. Sometimes I killed a wild animal. ചിലപ്പോഴൊക്കെ ഞാൻ കാട്ടുമൃഗങ്ങളെ കൊന്നിരുന്നു. Then I had meat to eat. ഭക്ഷിക്കാനുള്ള മാംസം എനിക്ക് ലഭിച്ചിരുന്നു. I also went out every day, and I always had my gun with me. Sometimes I killed a wild animal, and then I had meat to eat. When it got dark, ഇരുട്ടായിരുന്ന സമയത്ത് I had to go to bed. എനിക്ക് ഉറങ്ങാൻ പോകേണ്ടതുണ്ടായിരുന്നു. Because I had no light. വെളിച്ചം ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ ഇരുട്ടാകുന്ന സമയത്ത് തനിക്ക് വളരെ നേരത്തെ ഉറങ്ങേണ്ടതുണ്ടായിരുന്നു എന്നാണ് റോബിൻസൺ സൂചിപ്പിക്കുന്നത്. I couldn't read or write because I couldn't see. വെളിച്ചമില്ലാതിരുന്നതിനാൽ എഴുതാനോ വായിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഇരുട്ടായിരുന്നതുകൊണ്ട് ഒന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല എന്ന് സാരം. For a long time, I didn't know what to do. കുറേ നാളുകളോളം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. In the end, I learned how to use the fat of dead animals to make a light. അവസാനം മരിച്ച മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നും തീയുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു. But when it got dark, I had to go to bed because I had no light. I couldn't read or write because I couldn't see. For a long time, I didn't know what to do. But in the end, I learnt how to use the fat of dead animals to make a light. The weather on my island was usually very hot. സാധാരണയായി എൻ്റെ ദ്വീപിൽ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. There were often storms and heavy rain. അവിടെ സാധാരണയായി കൊടുങ്കാറ്റും ശക്തമായ മഴയും ഉണ്ടായിരുന്നു. The next June, it rained all the time, and I couldn't go out very often. ജൂൺ മാസം വളരെയധികം മഴ പെയ്തു. I couldn't go out very often. പതിവായി എനിക്ക് പുറമേ പോകുവാൻ സാധിക്കാതെയുമായി. The weather on my island was usually very hot, and there were often storms and heavy rain. The next June, it rained all the time, and I couldn't go out very often. I was also ill for some weeks, but slowly I got better. When I was stronger, I began to go out again. The first time, I killed a wild animal, and the second time, I caught a big turtle. I was on the island for 10 months before I visited other parts of it. During those months, I worked hard on my cave and my house and my fence. Now I was ready to find out more about the rest of the island. I walked along the side of a little river. ഒരു ചെറിയ നദിയുടെ തീരത്തിലൂടെ ഞാൻ നടന്നു. There I found open ground without trees. മരങ്ങളില്ലാത്ത തുറസായ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. Later, I came to more trees with many different fruits. വ്യത്യസ്തമായ ഫലങ്ങളുള്ള കുറേ മരങ്ങൾ ഞാൻ കണ്ടെത്തി. I decided, ഞാൻ തീരുമാനിച്ചു എന്നർത്ഥം. I decided to take a lot of the fruit. പഴങ്ങളിൽ കുറേ എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു.
I decided to take a lot of the fruit and to put it to dry in the sun for a time. Then I could keep it for many months. പഴങ്ങൾ മാസങ്ങളോളം കേടുകൂടാതെ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി പഴങ്ങൾ ശേഖരിച്ച് വെയിലത്തുണക്കാൻ റോബിൻസൺ തീരുമാനിച്ചു. First, I walked along the side of a little river. There I found open ground without trees. Later, I came to more trees with many different fruits. I decided to take a lot of the fruit and to put it to dry in the sun for a time. Then I could keep it for many months. That night, I went to sleep in a tree for the second time. രണ്ടാമത്തെ തവണയാണ് ഞാനൊരു മരത്തിൽ ഉറങ്ങിയത്. And the next day, I went on with my journey. അടുത്ത ദിവസം ഞാൻ എൻ്റെ യാത്ര തുടർന്നു. Soon, I came to an opening in the hills. കുന്നുകൾക്കിടയിൽ ഒരു തുറന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. In front of me, everything was green. എനിക്ക് മുൻപിലായി എല്ലാം പച്ച നിറഞ്ഞതായിരുന്നു. And there were flowers everywhere. എല്ലാ സ്ഥലങ്ങളിലും പൂക്കൾ ഉണ്ടായിരുന്നു. There were also a lot of different birds and animals. വ്യത്യസ്തങ്ങളായ മൃഗങ്ങളും പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. That night, I went to sleep in a tree for the second time. And the next day, I went on with my journey. Soon, I came to an opening in the hills. In front of me, everything was green, and there were flowers everywhere. There were also a lot of different birds and animals. I saw that my house was on the worst side of the island. ആ ദ്വീപിലെ ഏറ്റവും മോശമായ സ്ഥലത്താണ് തൻ്റെ വീടെന്ന് റോബിൻസൺ മനസ്സിലാക്കി. But I didn't want to move from there. മോശമായ സ്ഥലത്താണ് തൻ്റെ വീടുണ്ടായിരുന്നതെങ്കിലും അവിടെ നിന്നും മാറുവാൻ റോബിൻസൺ ആഗ്രഹിച്ചിരുന്നില്ല. I didn't want to move from there. ഞാൻ അവിടെ നിന്നും മാറുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. It was my home now. അത് അപ്പോഴെൻ്റെ വീടായിരുന്നു. I stayed away for 3 days. 3 ദിവസം ഞാൻ പുറത്ത് തങ്ങി. And then I came home. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. But I often went back to the other, greener side of the island. I often went back. ഞാൻ പലപ്പോഴും തിരിച്ചു പോയിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ദ്വീപിൻ്റെ മറുവശത്തേക്ക് ഞാൻ പലപ്പോഴും പോയിരുന്നു എന്ന് സാരം. I saw that my house was on the worst side of the island. But I didn't want to move from there. It was my home now. I stayed away for 3 days, and then I came home. But I often went back to the other, greener side of the island. And so my life went on. Every month, I learnt to do or to make something new. എല്ലാ മാസവും പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കാനോ ചെയ്യുവാനോ ഞാൻ പഠിച്ചു. But I had troubles and accidents too. എനിക്ക് പ്രശ്നങ്ങളും അപകടങ്ങളും സംഭവിച്ചിരുന്നു. Once there was a terrible storm with very heavy rain. ഒരിക്കൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. The roof of my cave fell in and nearly killed me. ഗുഹയുടെ മേൽക്കൂര താഴെ വീണു. കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് സാരം. I had to build it up again with many pieces of wood. കുറെ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് എനിക്കത് വീണ്ടും നിർമ്മിക്കേണ്ടതായി വന്നു. I had to do something. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് I had to do something
എന്ന ഗ്രാമർ ഉപയോഗിക്കുന്നത്. I had a lot of food now. I cooked it over a fire or dried it in the sun. എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ടായിരുന്നു. I cooked it over a fire. തീക്ക് മുകളിൽ ഞാൻ ഭക്ഷണം വേവിച്ചെടുത്തു. Or dried it in the sun. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വെയിലത്ത് ഉണക്കിയെടുത്തു. So I always had meat during the rainy months when I could not go out with a gun. തോക്കുപയോഗിച്ച് പുറത്തു പോയി ഭക്ഷണം ശേഖരിക്കാൻ സാധിക്കാത്ത മഴക്കാലത്ത് പോലും എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ടായിരുന്നു എന്ന് സാരം. I learnt to make pots to keep my food in. ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. But I wanted very much to make a harder, stronger pot. A pot that would not break in a fire. തീയിൽ തകർന്നു പോകാത്ത ഉറപ്പുള്ള ഒരു മൺപാത്രം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. I tried many times, but I could not do it. I tried many times. ഞാൻ പല തവണ അത് ശ്രമിച്ചു, പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. I could not do it. എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. Then one day I was lucky. I made some new pots and put them in a very hot fire. തീയിൽ തകർന്നു പോകാത്ത പാത്രങ്ങൾ ഉണ്ടാക്കാൻ, മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ റോബിൻസന് ആദ്യം സാധിച്ചില്ല എങ്കിലും പിന്നീട് അത് സാധിച്ചു. I made some new pots. ഞാൻ കുറച്ച് പുതിയ മൺപാത്രങ്ങൾ ഉണ്ടാക്കി. And put them in a very hot fire. ചൂടുള്ള തീയിൽ ഞാൻ അവ വെച്ചു. They changed color, but did not break. മൺപാത്രങ്ങളുടെ നിറം മാറിയെങ്കിലും അവ തകർന്നില്ല. I left them there for many hours, and when they were cold again, I found that they were hard and strong. തീയിൽ ചൂടാക്കിയ ആ മൺപാത്രങ്ങൾ തണുപ്പിച്ചതിന് ശേഷം അവ ഉറപ്പുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. That night I was very happy. ആ രാത്രി ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. I had hot water for the first time on the island. അങ്ങനെ ആദ്യമായി തനിക്ക് ആ ദ്വീപിൽ ചൂടുവെള്ളം ലഭിച്ചു എന്നാണ് റോബിൻസൺ പറയുന്നത്. By then, I also had my own bread. That was luck too. One day I found a little bag. I found a little bag. ഞാനൊരു ബാഗ് കണ്ടെത്തി. Find എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് found. We used it on the ship to keep the chickens food in. We used it on the ship. ഞങ്ങൾ കപ്പലിൽ അത് ഉപയോഗിച്ചിരുന്നു. On the ship. കപ്പലിൽ അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ in the ship എന്നല്ല നമ്മൾ പറയേണ്ടത്, on the ship എന്നാണ്. There was still some of the food in the bag. ആ ബാഗിൽ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. And I dropped some of it onto the ground. ആ ഭക്ഷണത്തിൽ കുറച്ച് നിലത്ത് വീണു എന്ന് സാരം. A month later, I saw something bright green there. And after 6 months, I had a very small field of corn. ബാഗിൽ നിന്ന് ചോളം നിലത്ത് വീഴുകയും മുളച്ച് വലുതാവുകയും ചെയ്തു എന്ന് സാരം. I was very excited. Perhaps now I could make my own bread. ഒരു പക്ഷേ എനിക്ക് സ്വന്തമായി ബ്രെഡ് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം എന്നോർത്ത് ഞാൻ ആകാംക്ഷാഭരിതനായി എന്നർത്ഥം. It was easy to say, but not so easy to do. അത് പറയാൻ എളുപ്പമായിരുന്നു, പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. It is a lot of work to make bread from corn. ചോളത്തിൽ നിന്നും ബ്രെഡ് ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. Many people eat bread, but how many people can take corn from a field
and make bread out of it without help. വളരെയധികം ജനങ്ങൾ ബ്രെഡ് കഴിക്കാറുണ്ട്. പക്ഷേ എത്ര വ്യക്തികൾക്ക് ചോളം ശേഖരിക്കാനും പരസഹായമില്ലാതെ ചോളത്തിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കാനും സാധിക്കും? I had to learn and to make many new things, and it was a year before I cooked and ate my first bread. എനിക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കേണ്ടതും ഉണ്ടാക്കേണ്ടതും ഉണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് I had to do something എന്ന പാറ്റേൺ ഉപയോഗിക്കുന്നത്. I had to practice English yesterday. എനിക്ക് ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. During all this time, I never stopped thinking about escape. ഈ കാലഘട്ടത്തിലൊന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ ഞാൻ അവസാനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെല്ലാം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു എന്നർത്ഥം. When I traveled across to the other side of the island, I could see the other islands. And I said to myself, perhaps I can get there with a boat. Perhaps I can get back to England one day. ദ്വീപിന്റെ മറുവശത്തേക്ക് ഞാൻ സഞ്ചരിച്ചപ്പോഴെല്ലാം മറ്റു ദ്വീപുകൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. മറ്റു ദ്വീപുകൾ കാണാൻ സാധിച്ച സമയത്തെല്ലാം ഞാൻ എന്നോട് തന്നെ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഒരു ബോട്ട് ഉപയോഗിച്ച് എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചേക്കാം. ഒരു പക്ഷേ ഒരു ദിവസം എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചേക്കാം. So I decided to make myself a boat. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു ബോട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. I cut down a big tree and then began to make a long hole in it. ഞാനൊരു വലിയ മരം മുറിച്ചിട്ടു. അതിനുശേഷം അതിൽ നീളമുള്ള ദ്വാരമുണ്ടാക്കാൻ ആരംഭിച്ചു. It was hard work. But about 6 months later, I had a very fine canoe. അത് വളരെയധികം കഠിന പ്രയത്നമായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം എനിക്ക് വളരെ നല്ല ഒരു തോണി ലഭിച്ചു. Canoe. തോണി അല്ലെങ്കിൽ വഞ്ചി എന്നെല്ലാം അർത്ഥം. Next, I had to get it down to the sea. How stupid I was. ഇനി എനിക്ക് തോണി കടലിലേക്ക് ഇറക്കേണ്ടതുണ്ടായിരുന്നു. എത്ര വിഡ്ഢിയായിരുന്നു ഞാൻ. Why didn't I think before I began work? Why didn't I think before I began work? അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഞാൻ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ചിന്തിച്ചില്ല? Of course, the canoe was too heavy. തോണി വളരെ ഭാരമുള്ളതായിരുന്നു. I couldn't move it. എനിക്ക് അത് നീക്കാൻ സാധിച്ചില്ല. എനിക്ക് വഞ്ചി നീക്കാൻ സാധിച്ചില്ല എന്ന് സാരം. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയാണ് couldn't എന്ന ഫോം ഉപയോഗിക്കുന്നത്. I couldn't call you yesterday. എനിക്ക് നിന്നെ ഇന്നലെ വിളിക്കാൻ സാധിച്ചില്ല. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകൾ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. I pulled and pushed and tried everything, but it didn't move. ഞാൻ വലിച്ചു നോക്കി തള്ളി നോക്കി പലതും ചെയ്തു, പക്ഷെ അത് അനങ്ങിയില്ല. I was very unhappy for a long time after that. അതിനുശേഷം കുറച്ചു നാളത്തേക്ക് ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു. That happened in my 4th year on the island. അത് സംഭവിച്ചത് 4ാമത്തെ വർഷം ഞാൻ ദ്വീപിൽ താമസിക്കുമ്പോഴായിരുന്നു.
In my 6th year, I did make myself a smaller canoe, but I did not try to escape in it. ആറാമത്തെ വർഷം ഞാനൊരു ചെറിയ വഞ്ചി ഉണ്ടാക്കി, പക്ഷേ ഞാൻ അതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. The boat was too small for a long journey, and I did not want to die at sea. ആ വഞ്ചി വളരെ ചെറുതായിരുന്നു. ഞാൻ കടലിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. The island was my home now, not my prison, and I was just happy to be alive. ആ ദ്വീപ് അപ്പോൾ എൻ്റെ വീടായിരുന്നു, എൻ്റെ തടവറയായിരുന്നില്ല. ജീവിച്ചിരുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നു. A year or two later, I made myself a second canoe on the other side of the island. ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ദ്വീപിന്റെ മറുവശത്ത് ഞാൻ രണ്ടാമതും ഒരു വഞ്ചി ഉണ്ടാക്കി. I also built myself a second house there. ഞാൻ അവിടെ രണ്ടാമത്തെ വീടുണ്ടാക്കി. And so I had 2 homes. അങ്ങനെ എനിക്ക് 2 വീട് ലഭിച്ചു. My life was still busy from morning to night. പ്രഭാതം മുതൽ രാത്രി വരെ ഞാൻ അപ്പോഴും വളരെ തിരക്കിലായിരുന്നു. There were always things to do or to make. എപ്പോഴും എന്തെങ്കിലും ചെയ്യാനോ നിർമ്മിക്കാനോ ഉണ്ടായിരുന്നു. I learnt to make new clothes for myself from the skins of dead animals. മരിച്ച മൃഗങ്ങളുടെ തോലുപയോഗിച്ച് എനിക്ക് വേണ്ടി വസ്ത്രമുണ്ടാക്കാൻ ഞാൻ പഠിച്ചു. They looked very strange, it is true, but they kept me dry in the rain. അത് തീർത്തും വിചിത്രമായിരുന്നു, പക്ഷേ മഴയത്തെ എന്നെ നനയാതെ സംരക്ഷിച്ചു. I kept food and tools at both my houses, and also wild goats. എൻ്റെ 2 വീടുകളിലും ഞാൻ ഭക്ഷണവും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു, കൂടാതെ ആടുകളെയും. There were many goats on the island, and I made fields with high fences to keep them in. ആ ദ്വീപിൽ വളരെയധികം ആടുകൾ ഉണ്ടായിരുന്നു. ഉയരമുള്ള വേലികൾ ഉപയോഗിച്ച് ഞാൻ അവയെ എൻ്റെ കൃഷിസ്ഥലത്ത് നിർത്തിയിരുന്നു. They learned to take food from me, and soon I had goat's milk to drink every day. ആടുകൾ എന്നിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ആട്ടിൻപാലും ലഭിച്ചു. I also worked hard in my cornfields, and so many years went by. ചോളം വളരുന്ന സ്ഥലത്ത് ഞാൻ കഠിനമായി ജോലി ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. Then, one year, something strange and terrible happened. ഒരു വർഷം തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചു. I often walked along the shore, and one day I saw something in the sand. ഞാൻ സാധാരണയായി കടൽ തീരത്തിലൂടെ നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ മണലിൽ ചിലത് കണ്ടു. I went over to look at it more carefully, and stopped in sudden surprise. I often walked along the shore, and one day I saw something in the sand. I went over to look at it more carefully, and stopped in sudden surprise. വർഷങ്ങളായി ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന റോബിൻസൺ കടൽ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസാധാരണമായി എന്തോ കണ്ടു. It was a footprint. The footprint of a man. അത് ഒരു മനുഷ്യന്റെ കാൽപ്പാടായിരുന്നു. Who could this be? Afraid, I looked around me. ആരായിരിക്കും അത്?
ഭയന്ന് ഞാൻ ചുറ്റും നോക്കി. I listened. I waited. Nothing. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കാത്തുനിന്നു. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. I was more and more afraid. ഞാൻ കൂടുതൽ കൂടുതൽ ഭയമുള്ളവനായി. Perhaps this man was one of those wild people who killed and ate other men. ഒരു പക്ഷേ ഈ മനുഷ്യൻ മറ്റു മനുഷ്യരെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്ത കാട്ടുമനുഷ്യരിൽ ഒരുവനായിരുന്നേക്കാം. I looked everywhere, but there was nobody, and no other footprint. ഞാൻ എല്ലായിടത്തും നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വേറെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നില്ല. I turned and hurried home. ഞാൻ തിടുക്കത്തിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. There's someone on my island, I said to myself. ആരോ എൻ്റെ ദ്വീപിലുണ്ട്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Perhaps he knows about me. ഒരുപക്ഷെ അവൻ എന്നെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. Perhaps he's watching me now from behind a tree. ഒരുപക്ഷെ പുറകിലുള്ള ഒരു മരത്തിൽ നിന്ന് അവൻ എന്നെ വീക്ഷിക്കുന്നുണ്ടാകാം. Perhaps he wants to kill me. ഒരുപക്ഷെ അവൻ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. That night I couldn't sleep. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ കുഡിൻറ്റ് എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. കുഡിൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം അല്ല ഉപയോഗിക്കേണ്ടത്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. The next day I got all my guns ready and I put more wood and young trees around my house. അടുത്ത ദിവസം ഞാൻ എൻ്റെ തോക്കുകളെല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ എൻ്റെ വീടിന് ചുറ്റും തടികളും ചെറിയ മരങ്ങളും നിക്ഷേപിച്ചു. Nobody could see me now. ആർക്കും അപ്പോൾ എന്നെ കാണാൻ സാധിക്കുമായിരുന്നില്ല. But after 15 years alone on the island, I was afraid, and I did not leave my cave for 3 days. 15 വർഷം ആ ദ്വീപിൽ തനിച്ചായിരുന്നിട്ട് പോലും എനിക്ക് അന്ന് ഭയം തോന്നി. 3 ദിവസം ഞാൻ എൻ്റെ ഗുഹയിൽ നിന്നും പുറമെ പോയില്ല. In the end, I had to go out to milk my goats. അവസാനം എൻ്റെ ആടുകളുടെ പാൽ കറക്കുന്നതിന് വേണ്ടി എനിക്ക് പുറമെ പോകേണ്ടതായി വന്നു. ഇവിടെ മിൽക്ക് എന്നത് പാൽ കറക്കുക എന്നാണ് അർത്ഥം. മിൽക്ക് എന്നത് ഇവിടെ വെർബാണ്. But for 2 years I was afraid. 2 വർഷങ്ങളോളം എനിക്ക് ഭയമുണ്ടായിരുന്നു. I stayed near my home and I never used my guns because I didn't want to make a noise. ഞാൻ വീടിന് സമീപം ചെലവഴിച്ചു. എൻ്റെ തോക്കുകൾ ഞാൻ ഉപയോഗിച്ചില്ല. കാരണം ഞാൻ ശബ്ദമുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. I could not forget the footprint. കാൽപ്പാട് എനിക്ക് മറക്കാൻ സാധിച്ചിരുന്നില്ല. But I saw and heard nothing more. And slowly I began to feel happier. ഞാൻ കൂടുതലൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. പതുക്കെ എനിക്ക് സന്തോഷം തോന്നിത്തുടങ്ങി. ഈ സെന്റൻസിൽ കാണുന്ന സോ, ഹേർഡ്, ബിഗാൻ ഇവയെല്ലാം ഇറഗുലർ വെർബ്സുകളാണ്. ഈഡി ഉപയോഗിച്ചിട്ടല്ല ഇത്തരം വെർബുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സാരം. കഥ തുടർന്ന് കേൾക്കുന്നതിന് മുൻപ് ഇംഗ്ലീഷ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. പാസ്റ്റ് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, പാസ്റ്റ് സിമ്പിൾ ഫോം.
സാധാരണയായി ഇ ഡി ആഡ് ചെയ്തിട്ടാണ് വെർബിൻ്റെ സെക്കൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം വെർബുകളെ റെഗുലർ വെർബ്സ് എന്നാണ് പറയുക. ചില വെർബുകളുടെ സെക്കൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇ ഡി ഉപയോഗിച്ചിട്ടല്ല. അത്തരം വെർബുകളെ ഇറഗുലർ വെർബ്സ് എന്നാണ് പറയുക. ഇത് നമ്മൾ പ്രത്യേകം പഠിച്ചെടുക്കേണ്ടതാണ്. ബൈ എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം ബോട്ട് ആണ്. ഐ ബോട്ട് എ മൊബൈൽ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മൊബൈൽ വാങ്ങി. ഐ ബോട്ട് എ മൊബൈൽ ലാസ്റ്റ് വീക്ക്. ഇതൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. ഇതുപോലെ സെന്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. One day, a year later, I was over on the west side of the island. ഒരു വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ദ്വീപിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. From there I could see the other islands. അവിടെ നിന്നും എനിക്ക് മറ്റു ദ്വീപുകൾ കാണാൻ സാധിച്ചു. And I could also see a boat far out to sea. എനിക്ക് കടലിൽ കുറച്ച് അകലെയായി ഒരു ബോട്ടും കാണാൻ സാധിച്ചു. If you have a boat, I thought, it's easy to sail across to this island. ഒരു ബോട്ടുണ്ടെങ്കിൽ താൻ കണ്ട ദ്വീപിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാമെന്ന് റോബിൻസൺ ചിന്തിച്ചു. Perhaps that explains the footprint. It was a visitor from one of the other islands. താൻ കടൽക്കരയിൽ കണ്ട കാൽപാദങ്ങൾ മറ്റു ദ്വീപിൽ നിന്നും തൻ്റെ ദ്വീപ് സന്ദർശിച്ച ഒരു വ്യക്തിയുടേതാകാമെന്ന് റോബിൻസൺ ചിന്തിച്ചു. I began to move more freely around the island again. റോബിൻസൺ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ദ്വീപിലെല്ലാം സഞ്ചരിച്ചു എന്ന് സാരം. And built myself a third house. ഞാൻ മൂന്നാമത്തെ വീട് നിർമ്മിച്ചു. It was a very secret place in a cave. അത് ഒരു ഗുഹയിൽ രഹസ്യമായ ഒരു സ്ഥലത്തായിരുന്നു. No wild man will ever find that, I said to myself. കാട്ടുമനുഷ്യർ ആരും തന്നെ അത് കണ്ടെത്തില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Then one year, something happened which I can never forget. ഒരു വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. I was again on the west side of the island and was walking along the shore. ഞാൻ വീണ്ടും ദ്വീപിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. Suddenly, I saw something which made me feel ill. തീരെ സുഖം തോന്നാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് സാരം. There were heads, arms, feet, and other pieces of men's bodies everywhere. അവിടെ തലകളും കൈകളും കാലുകളും മനുഷ്യ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളും ഉണ്ടായിരുന്നു. For a minute, I couldn't think. And then I understood. ഒരു മിനിറ്റ് എനിക്കൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി. Sometimes there were fights between the wild men on the other islands. മറ്റു ദ്വീപുകളിലുള്ള കാട്ടുമനുഷ്യർ തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. Then they came here to my island with their prisoners to kill them, cook them, and eat them. യുദ്ധങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ തടവുകാരെ തൻ്റെ ദ്വീപിൽ കൊണ്ടുവരികയും കൊല്ലുകയും പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്തു എന്ന് റോബിൻസൺ മനസ്സിലാക്കി. Slowly, I went home, but I was very angry. ഞാൻ വീട്ടിലേക്ക് പതുക്കെ പോയി, പക്ഷെ ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. How could men do this? എങ്ങനെ മനുഷ്യർക്ക് ഇത് ചെയ്യാൻ സാധിക്കും? For many months, I watched carefully for the smoke from fires.
മാസങ്ങളോളം തീ മൂലമുണ്ടാകുന്ന പുക കാണുന്നുണ്ടോ എന്ന് ഞാൻ വീക്ഷിച്ചു. but I didn't see anything. പക്ഷേ ഞാനൊന്നും കണ്ടില്ല. Somehow the wild men came and went, and I never saw them. എങ്ങനെയോ കാട്ടുമനുഷ്യർ വരികയും പോവുകയും ചെയ്തു. ഞാൻ അവരെ കണ്ടില്ല. I was angry and afraid. എനിക്ക് ദ്വേഷ്യവും ഭയവും തോന്നി. I wanted to shoot them all. ഞാൻ അവരെയെല്ലാം തോക്കുപയോഗിച്ച് കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു. But there were many of them and only one of me. അവർ കുറെ പേരുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. Perhaps I can shoot 2 or 3, I said to myself. ഒരു പക്ഷേ എനിക്ക് 2 or 3 പേരെ കൊല്ലാൻ സാധിച്ചേക്കാം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. But then they will kill and eat me. പക്ഷേ അവരെന്നെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യും. Then, one morning in my 23rd year on the island, 23-ാമത്തെ വർഷം ഞാൻ ദ്വീപിൽ താമസിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ I was out in my fields and I saw the smoke from a fire. ഞാൻ കൃഷിസ്ഥലത്തായിരുന്നു. തീയിൽ നിന്നും വന്ന പുക ഞാൻ കണ്ടു. Quickly, I went up the hill to watch. ഉടനെ കുന്നിൻ മുകളിലേക്ക് ഞാൻ വീക്ഷിക്കാനായി പോയി. There were 9 men around the fire. തീക്ക് ചുറ്റും 9 മനുഷ്യരുണ്ടായിരുന്നു. And they were cooking their terrible food. അവർ മോശമായ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. മനുഷ്യനെ പാചകം ചെയ്യുകയായിരുന്നു എന്ന് സാരം. Then these wild men danced round the fire, singing and shouting. പാട്ടുപാടിയും ശബ്ദമുണ്ടാക്കിയും ആ കാട്ടുമനുഷ്യർ തീക്ക് ചുറ്റും നൃത്തം ചെയ്തു. This went on for about 2 hours. Then they got into their boats and sailed away. അത് ഏകദേശം 2 മണിക്കൂറോളം തുടർന്നു. അതിനുശേഷം അവർ അവരുടെ ബോട്ടുകളിൽ കയറുകയും തിരിച്ചു പോവുകയും ചെയ്തു. I went down to the shore and saw the blood of the dead men on the sand. ഞാൻ കടൽക്കരയിലേക്ക് പോവുകയും മരിച്ച മനുഷ്യന്റെ രക്തം മണലിൽ കാണുകയും ചെയ്തു. The next time they come, I'm going to kill them, I said angrily. അടുത്ത തവണ കാട്ടുമനുഷ്യർ അവിടെ വരുമ്പോൾ താൻ അവരെ കൊല്ലുമെന്ന് റോബിൻസൺ ദേഷ്യത്തോടെ പറഞ്ഞു. For 2 years, I never went anywhere without my gun. 2 വർഷത്തോളം തോക്കില്ലാതെ ഞാൻ എവിടെയും പോയില്ല. I felt lonely and afraid, and had many sleepless nights. എനിക്ക് ഏകാന്തതയും ഭയവും തോന്നി. കുറെ രാത്രികളിൽ ഞാൻ ഉറങ്ങിയതുമില്ല. One night, there was a very bad storm. ഒരു രാത്രി വളരെ മോശമായ കൊടുങ്കാറ്റുണ്ടായി. And I thought I heard the sound of guns out at sea. കടലിൽ തോക്കുകളുടെ ശബ്ദം കേട്ടതായി റോബിൻസന് തോന്നി. The next morning, I looked out and saw a ship. അടുത്ത ദിവസം പ്രഭാതത്തിൽ റോബിൻസൺ കടലിലേക്ക് നോക്കിയപ്പോൾ ഒരു കപ്പൽ കണ്ടു. It was lying on its side not far from the shore. കടൽ തീരത്തു നിന്നും അധികം അകലെയല്ലാതെ ആ കപ്പൽ അവിടെ കിടക്കുകയായിരുന്നു. Quickly, I put my little boat in the water and sailed out to it. ഉടനെ ഞാൻ എൻ്റെ ചെറിയ വള്ളം കടലിൽ ഇറക്കുകയും കപ്പലിനടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. There were 2 dead men on the ship, but no one alive. കപ്പലിൽ 2
മരിച്ച മനുഷ്യരുണ്ടായിരുന്നു. ആരും തന്നെ ജീവിച്ചിരുന്നില്ല. The bodies of the other sailors were lost in the sea. മറ്റ് കപ്പൽ യാത്രക്കാരുടെ ശരീരങ്ങളെല്ലാം കടലിലേക്ക് വീണിരുന്നു എന്ന് സാരം. I took some clothes and tools, and also a box of Spanish gold and silver money. ഞാൻ കുറച്ച് വസ്ത്രങ്ങളും ആയുധങ്ങളും എടുത്തു. അതുകൂടാതെ ഒരു പെട്ടി സ്പാനിഷ് ഗോൾഡും സിൽവർ മണിയും ഞാൻ എടുത്തു. I was a rich man now, but what use was money to me? I could not buy anything with it. ഞാൻ അങ്ങനെ ഒരു പണക്കാരനായി മാറി. പക്ഷേ ആ പണം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? എനിക്കതുകൊണ്ട് ഒന്നും വാങ്ങാൻ സാധിക്കുമായിരുന്നില്ല. I wanted people, a friend, somebody to talk to. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളെയാണ്, ഒരു സുഹൃത്തിനെയാണ്, സംസാരിക്കാൻ ഒരു വ്യക്തിയെയാണ്. Somebody who could help me escape from my island. എൻ്റെ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കാൻ സാധിക്കുന്ന ഒരുവനെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. One morning, I woke up and made a plan. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് ഒരു പദ്ധതി തയ്യാറാക്കി. I'll try to catch one of the prisoners of the wild men, I said to myself. കാട്ടുമനുഷ്യരുടെ തടവുകാരിൽ ഒരുവനെ താൻ പിടിക്കുമെന്ന് റോബിൻസൺ തന്നോട് തന്നെ പറഞ്ഞു. He'll be happy to be alive, and perhaps he'll help me to escape. തടവുകാരന് ജീവിച്ചിരിക്കുന്നതിൽ സന്തോഷമുണ്ടാവുകയും ഒരുപക്ഷെ തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചേക്കാമെന്ന് റോബിൻസൺ കരുതി. I watched day and night, but for a year and a half there were no boats. രാത്രിയും പകലും ഞാൻ വീക്ഷിച്ചു. പക്ഷേ 1.5 വർഷത്തേക്ക് ബോട്ടുകളൊന്നും അവിടെ വന്നില്ല. Then one day 5 boats came. ഒരു ദിവസം 5 ബോട്ടുകൾ വന്നു. There were about 30 men, and they had 2 prisoners. 30ഓളം മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് 2 തടവുകാരും. They made their fire on the sand and danced round it. അവർ മണലിൽ തീ കൂട്ടുകയും അതിനു ചുറ്റും നൃത്തം വയ്ക്കുകയും ചെയ്തു. Then they killed one of the prisoners and began to cook their terrible meal. അവർ തടവുകാരിൽ ഒരുവനെ കൊല്ലുകയും ആ തടവുകാരനെ പാചകം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. The second prisoner waited under the trees with 2 men to watch him. രണ്ടാമത്തെ തടവുകാരൻ മരങ്ങൾക്ക് താഴെ ഉണ്ടായിരുന്നു. ആ തടവുകാരനെ വീക്ഷിക്കുന്നതിനായി 2 കാട്ടുമനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. Suddenly, the prisoner turned and ran. പെട്ടെന്ന് ആ തടവുകാരൻ തിരിഞ്ഞു ഓടി. റൺ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് റാൻ. ഇതൊരു ഇറഗുലർ വെർബാണ്. The 2 men ran after him. 2 കാട്ടുമനുഷ്യർ തടവുകാരന് പുറകിലൂടെ ഓടി. But the other wild men were busy round the fire and did not see what was happening. മറ്റു കാട്ടുമനുഷ്യരെല്ലാം തീക്ക് ചുറ്റുമായിരുന്നതിനാൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നതെന്ന് അവർ കണ്ടില്ല. The prisoner ran like a wild goat. തടവുകാരൻ കാട്ടാടിനെ പോലെ ഓടി. And soon I saw that he was coming near the bottom of my hill. തടവുകാരൻ താൻ നിന്ന കുന്നിന്റെ താഴോട്ട് ഓടി വരുന്നത് കണ്ട ഉടനെ As fast as I could, I ran down the hill and jumped out of the trees between the prisoner and the 2 wild men. റോബിൻസൺ താൻ നിന്നിരുന്ന കുന്നിൽ നിന്ന് താഴോട്ട് ഓടിയിറങ്ങി തടവുകാരന്റെയും
കാട്ടുമനുഷ്യരുടെയും ഇടയിലെത്തി എന്ന് സാരം. I hit the first man with the wooden end of my gun, and he fell down. ഞാൻ കാട്ടുമനുഷ്യരിൽ ഒരുവനെ തോക്കിന്റെ മരമുള്ള ഭാഗം ഉപയോഗിച്ച് അടിക്കുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. But I had to shoot the second man. രണ്ടാമത്തെ കാട്ടുമനുഷ്യനെ തോക്കുപയോഗിച്ച് എനിക്ക് കൊല്ലേണ്ടതായി വന്നു. The poor prisoner did not move. He was afraid of the noise of my gun. ആ പാവം തടവുകാരൻ അനങ്ങിയില്ല. തടവുകാരൻ എന്റെ തോക്കിന്റെ ശബ്ദം കേട്ട് പേടിച്ചിരുന്നു. I called to him and tried to show him that I was friendly. റോബിൻസൺ ആ തടവുകാരനെ വിളിക്കുകയും താൻ ശത്രുവല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സാരം. Slowly, he moved nearer to me. But just then, the first wild man began to get up from the ground. പതുക്കെ തടവുകാരൻ എന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആദ്യത്തെ കാട്ടുമനുഷ്യൻ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. Then the prisoner spoke, and I understood that he wanted my sword. അപ്പോൾ ആ തടവുകാരൻ എന്നോട് സംസാരിച്ചു. എന്റെ വാള് തടവുകാരൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. How happy I was to hear words again. ശബ്ദം കേട്ടപ്പോൾ റോബിൻസൺ വളരെ സന്തോഷിച്ചു എന്ന് സാരം. I gave him my sword, and at once he cut off the head of his enemy. ഞാൻ എന്റെ വാള് അവന് കൊടുത്തു. ഉടനെ അവൻ അവന്റെ ശത്രുവിന്റെ തലയറുത്തു. Hurriedly, we hid the dead bodies under some leaves, and then left quickly. തിടുക്കത്തിൽ ഞങ്ങൾ ശവശരീരങ്ങൾ ഇലകൾക്കടിയിൽ ഒളിപ്പിച്ചു. ഉടനെ ഞങ്ങൾ അവിടം വിട്ടുപോയി. I took my prisoner to my secret cave on the other side of the island and gave him food and drink. ഞാൻ എന്റെ തടവുകാരനെ ദ്വീപിന്റെ എതിർവശത്തുള്ള രഹസ്യമായ ഗുഹയിലേക്ക് കൊണ്ടുപോയി അവന് ഭക്ഷണവും പാനീയവും നൽകി. After that, he went to sleep. അതിനുശേഷം അവൻ ഉറങ്ങി. He was a fine young man, about 25 years old, tall and well built. അവൻ ഉയരമുള്ള നല്ല ആരോഗ്യമുള്ള ഏകദേശം 25 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. With a kind face and a nice smile. He had a brown skin, black hair, bright eyes, and strong white teeth. അവന് കരുത്തുള്ള വെള്ള പല്ലുകളും കറുത്ത തലമുടിയും ബ്രൗൺ സ്കിന്നുമായിരുന്നു. I decided to give him the name of Man Friday because I first saw him on a Friday. When he woke up in the morning, he ran out to me. അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ എന്റെ അടുത്തേക്ക് ഓടി വന്നു. I was milking my goats in the field, and he got down on the ground and put his head near my foot. ഞാൻ കൃഷിസ്ഥലത്ത് ആടുകളെ കറക്കുകയായിരുന്നു. അവൻ നിലത്ത് കിടന്ന് തല എന്റെ കാലിന് സമീപം വെച്ചു. I understood that he was thanking me, and I tried to show him that I was his friend. അവൻ എന്നോട് നന്ദി പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവന്റെ സുഹൃത്താണെന്ന് അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. I began to teach him to speak English, and soon he could say his name, Master, and yes and no. How good it was to hear a man's voice again. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ അവനെ പഠിപ്പിച്ചു. അവന്റെ പേരും
മാസ്റ്റർ എന്നും യെസ്സും നോയും അവനുടനെ പറയാൻ സാധിച്ചു. Later that day, we went back to my first house. പിന്നീട് ആ ദിവസം ഞങ്ങൾ എൻ്റെ ആദ്യത്തെ വീട്ടിലേക്ക് പോയി. We went carefully along the beach, but there were no boats and no wild men. Just blood and bones all over the sand. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പോയത്. ബോട്ടുകളോ കാട്ടുമനുഷ്യരോ അവിടെ ഉണ്ടായിരുന്നില്ല. രക്തവും എല്ലുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. I felt ill, but Friday wanted to eat the pieces of men's bodies which were still on the ground. I showed him that this was terrible for me, and he understood. എനിക്ക് സുഖം തോന്നിയില്ല. നിലത്ത് അപ്പോഴും കിടക്കുന്നുണ്ടായിരുന്ന ശവശരീരത്തിന്റെ കഷണങ്ങൾ ഭക്ഷിക്കാൻ തടവുകാരൻ ആഗ്രഹിച്ചിരുന്നു. അത് തനിക്കിഷ്ടപ്പെടുന്ന ഭക്ഷണമല്ല എന്ന് റോബിൻസൺ തടവുകാരനെ മനസ്സിലാക്കി. When we got to my house, I gave Man Friday some trousers, and I made him a coat and a hat. He liked his new clothes very much. ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ തടവുകാരന് ഞാൻ വസ്ത്രങ്ങൾ നൽകി. അവന് വളരെ ഇഷ്ടപ്പെട്ടു. Then I made him a little tent to sleep in. But for a few weeks, I always took my gun to bed with me. തടവുകാരന് ഉറങ്ങാനായി ചെറിയ ഒരു ടെന്റ് ഞാൻ നിർമ്മിച്ചു. കുറച്ചാഴ്ചകളോളം ഉറങ്ങുന്ന സ്ഥലത്ത് ഞാൻ തോക്ക് കരുതിയിരുന്നു. Perhaps Friday was still a wild man and would try to kill me in the night. തടവുകാരൻ തന്നെ വധിക്കുമോ എന്ന് റോബിൻസൺ ഭയപ്പെട്ടിരുന്നു എന്ന് സാരം. At first, Friday was very afraid of my gun. Sometimes he talked to it and asked it not to kill him. ഫ്രൈഡേക്ക് തോക്കുകളെ ഭയമായിരുന്നു. ചിലപ്പോഴെല്ലാം അവൻ തോക്കുകളോട് സംസാരിച്ചിരുന്നു. തന്നെ കൊല്ലരുത് എന്നും പറഞ്ഞിരുന്നു. Friday was a quick learner, and his English got better day by day. He helped me with the goats and with the work in the cornfields, and soon we were good friends. തടവുകാരൻ ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാക്കി. ദിവസം ചെല്ലുന്തോറും അവൻ്റെ ഇംഗ്ലീഷ് കൂടുതൽ നന്നായിക്കൊണ്ടിരുന്നു. അവൻ എന്നെ ആടുകളുടെ കാര്യത്തിലും കൃഷിയിലും സഹായിച്ചു. ഉടനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. I enjoyed teaching him, and most of all, having a friend to talk to. This was the happiest of all my years on the island. തടവുകാരനെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കൂടാതെ സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടായതിലും ഞാൻ സന്തോഷിച്ചു. ദ്വീപിലുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷങ്ങളായിരുന്നു അത്. Friday and I lived together happily for 3 years. ഫ്രൈഡിയും ഞാനും 3 വർഷങ്ങളോളം സന്തോഷകരമായി ഒരുമിച്ച് താമസിച്ചു. I told him the story of my adventures and about life in England. സാഹസികത നിറഞ്ഞ എൻ്റെ കഥകളെക്കുറിച്ചും ഇംഗ്ലണ്ടിലെ എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. And he told me about his country and his people. അവൻ എന്നോട് അവൻ്റെ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും പറഞ്ഞു. One day we were at the top of the highest hill on the island, and we were looking out to sea. ഒരു ദിവസം ആ ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കുന്നിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. It was a very clear day, and we could see a long way. അത് ഒരു തെളിഞ്ഞ ദിവസമായിരുന്നു. വളരെ അകലേക്ക് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു. Suddenly,
Friday began to jump up and down, very excited. പെട്ടെന്ന് ഫ്രൈഡി വളരെ ആവേശഭരിതനായി മുകളിലോട്ടും താഴോട്ടും ചാടാൻ തുടങ്ങി. What's the matter? I said. Look, master, look, Friday cried. I can see my country. Look over there. തന്റെ നാട് കാണാൻ സാധിച്ച സന്തോഷത്തിലായിരുന്നു ഫ്രൈഡി എന്നർത്ഥം. I looked, and there to the northwest, between the sea and the sky, was a long, thin piece of land. I learnt later that it was the island of Trinidad, and that my island was in the mouth of the river Orinoco on the north coast of South America. I began to think again about escape. രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിച്ചു തുടങ്ങി. Perhaps Friday wanted to go home too. ഒരുപക്ഷെ ഫ്രൈഡിയും വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. Perhaps together we could get to his country. ഒരുപക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവന്റെ നാട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചേക്കാം. But what then? അതിനുശേഷം എന്ത് സംഭവിക്കും? Would Friday still be my friend? Or would his people kill me and eat me? ഫ്രൈഡി അപ്പോഴും എൻ്റെ സുഹൃത്തായിരിക്കുമോ? അല്ലെങ്കിൽ അവന്റെ നാട്ടുകാർ എന്നെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുമോ? I took Friday to the other side of the island and showed him my big canoe. ഞാൻ ഫ്രൈഡിയെ ദ്വീപിന്റെ മറുവശത്തേക്ക് കൊണ്ടുപോയി എൻ്റെ വലിയ വള്ളം കാണിച്ചു കൊടുത്തു. It still lay under the trees. It was very old now, and there were holes in the wood. മരങ്ങൾക്ക് താഴെയായി അതപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അതപ്പോൾ വളരെ പഴയതായിരുന്നു. മരങ്ങളിൽ ദ്വാരങ്ങളും ഉണ്ടായിരുന്നു. Could a boat like this sail to your country, Friday? I asked him. ഇത്തരമൊരു ബോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ ഫ്രൈഡിയോട് ചോദിച്ചു. Oh yes, he answered. A boat like this can carry a lot of food and drink. തീർച്ചയായും എന്ന് അവൻ മറുപടി പറഞ്ഞു. അത് മാത്രമല്ല, ധാരാളം ഭക്ഷണവും പാനീയവും ഈ ബോട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഫ്രൈഡി പറഞ്ഞു. Then we'll make another canoe like it, and you can go home in it, I said. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വേറൊരു വഞ്ചി ഉണ്ടാക്കുമെന്നും അതിൽ നിനക്ക് വീട്ടിൽ പോകാൻ സാധിക്കുമെന്നും ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. But Friday looked very unhappy. ഫ്രൈഡി വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. Why are you angry with me? He asked. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് അവൻ എന്നോട് ചോദിച്ചു. What have I done? ഞാൻ എന്താണ് ചെയ്തത്? Why do you want to send me home? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു? But I thought you wanted to go home, I said. നീ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഫ്രൈഡിയോട് പറഞ്ഞു. Yes, but you must come with me. വീട്ടിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിർബന്ധമായും നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് ഫ്രൈഡി റോബിൻസണോട് പറഞ്ഞു. Kill me if you want, but don't send me away from you. നിങ്ങൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊന്നോളൂ, പക്ഷേ നിങ്ങളിൽ നിന്നും എന്നെ അകലേക്ക് പറഞ്ഞുവിടരുത്. Then I saw that Friday was a true friend. ഫ്രൈഡി നല്ലൊരു സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. And so I agreed to go with him. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോകാമെന്ന് സമ്മതിച്ചു. We began work on the canoe at once. ഞങ്ങൾ വള്ളമുണ്ടാക്കാൻ ആരംഭിച്ചു. Friday chose the tree himself
മരം തെരഞ്ഞെടുത്തത് ഫ്രൈഡിയാണ്. He understood wood better than I did, and we cut it down. മരത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അവനറിയാമായിരുന്നു. ഞങ്ങൾ മരം മുറിച്ചിട്ടു. We worked hard, and in a month the boat was finished. ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ ബോട്ട് നിർമ്മിച്ചു. 2 weeks later, it was in the sea. 2 ആഴ്ചയ്ക്ക് ശേഷം ബോട്ട് കടലിൽ ഇറക്കി എന്ന് സാരം. And we began to get ready for our long journey. ദീർഘയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്ന് സാരം. റോബിൻസനും ഫ്രൈഡിക്കും ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. I was now in my 27th year on the island. ഞാൻ അപ്പോൾ ആ ദ്വീപിൽ 27ാമത്തെ വർഷമായിരുന്നു. And I did not want to be there for another year. ഒരു വർഷം കൂടി ആ ദ്വീപിലായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. We worked hard to get the corn in and to make a lot of bread. ചോളം ലഭിക്കുന്നതിനും ധാരാളം ബ്രെഡ് ഉണ്ടാക്കുന്നതിനും ഞങ്ങൾ കഠിനമായി പ്രയത്നിച്ചു. We had dried fruit and salted meat and big pots to keep water in. ഞങ്ങളുടെ കയ്യിൽ ഉണക്കിയ പഴങ്ങളും ഉപ്പിലിട്ട ഇറച്ചിയും ഉണ്ടായിരുന്നു. പഴങ്ങൾ ധാരാളമായി ലഭിച്ചിരുന്ന സമയത്ത് അവ ഉണക്കി സൂക്ഷിച്ചിരുന്നു എന്നും മാംസം ലഭിച്ചിരുന്ന സമയത്ത് അവ ഉപ്പിട്ടുണക്കി സൂക്ഷിച്ചിരുന്നു എന്ന് സാരം. And big pots to keep water in. കൂടാതെ ഞങ്ങളുടെ കയ്യിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി വലിയ മൺപാത്രങ്ങളും ഉണ്ടായിരുന്നു. One evening, Friday went out to look for a turtle for meat and eggs. ആമയുടെ ഇറച്ചിയും മുട്ടകളും ലഭിക്കുന്നതിന് വേണ്ടി ആമയെ തിരഞ്ഞ് ഒരു ദിവസം സന്ധ്യാസമയത്ത് ഫ്രൈഡേ പുറമേക്ക് പോയി. But in less than an hour, he was back, and he looked very afraid. ഒരു മണിക്കൂർ തികയുന്നതിന് മുൻപേ അവൻ തിരിച്ചെത്തി. അവൻ വളരെ ഭയമുള്ളവനെ പോലെ കാണപ്പെട്ടു. Master, Master, he cried, there's a great ship near the island, and men are coming to the shore in a boat. ദ്വീപിന് സമീപം ഒരു വലിയ കപ്പൽ ഉണ്ട് എന്നും ആ കപ്പലിൽ നിന്നും ബോട്ട് മാർഗം മനുഷ്യർ കരയിലേക്ക് വരുന്നുണ്ട് എന്നും ഫ്രൈഡേ വളരെ ഭയത്തോടെ റോബിൻസനോട് പറഞ്ഞു എന്ന് സാരം. I jumped up and ran with him down to the shore. ഞാൻ ചാടി എഴുന്നേറ്റ് കടൽ തീരത്തിലേക്ക് ഫ്രൈഡേയുടെ കൂടെ ഓടിച്ചെന്നു. To my great surprise, I saw that it was an English ship. കപ്പൽ കണ്ടപ്പോൾ റോബിൻസൺ അതിശയിച്ചു എന്നും അതൊരു ഇംഗ്ലീഷ് കപ്പലാണെന്ന് റോബിൻസൺ മനസ്സിലാക്കിയെന്നും സാരം. But why was it here? English ships never came this way. എന്തുകൊണ്ടാണ് ഈ കപ്പൽ ഇവിടെ വന്നത്? ഇംഗ്ലീഷ് കപ്പലുകൾ ഈ വഴിക്ക് വന്നിരുന്നില്ല. Perhaps they were pirates. Pirate. A person on a ship who attacks other ships at sea in order to steal from them. കടൽ കൊള്ളക്കാരൻ എന്നർത്ഥം. പൈററ്റ്. പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോമാണ് കടൽ കൊള്ളക്കാർ.
Perhaps they were pirates. ഒരുപക്ഷെ അവർ കടൽ കൊള്ളക്കാരായിരിക്കാം. Don't let them see you Friday, I called. കടൽ കൊള്ളക്കാർ ഫ്രൈഡിയെ കാണാൻ ഇടയാകരുതെന്ന് ഫ്രൈഡിയോട് റോബിൻസൺ പറഞ്ഞു. We'll hide in the trees and watch. മരങ്ങൾക്കിടയിൽ ഒളിക്കാമെന്നും കടൽ കൊള്ളക്കാരെ വീക്ഷിക്കാമെന്നും ഫ്രൈഡിയോട് റോബിൻസൺ പറഞ്ഞു. There were 11 men in the boat, but 3 of them were prisoners. ബോട്ടിൽ 11 പേരുണ്ടായിരുന്നു. അവരിൽ 3 പേർ തടവുകാരായിരുന്നു. Their arms were tied with rope. കയർ ഉപയോഗിച്ച് തടവുകാരുടെ കൈകൾ ബന്ധിച്ചിരുന്നു. But their legs were free and they could walk. അവരുടെ കാലുകൾ ബന്ധിച്ചിരുന്നില്ല. അവർക്ക് നടക്കുവാൻ സാധിക്കുമായിരുന്നു. The other sailors pushed the 3 prisoners up the beach, laughing and shouting and hitting them. മറ്റ് കടൽ യാത്രക്കാർ അട്ടഹസിച്ച് ചിരിക്കുകയും ഒച്ച വയ്ക്കുകയും തടവുകാരായ വ്യക്തികളെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. Then some of them sat down on the sand and began to drink. അവരിൽ കുറച്ചു പേർ മണലിൽ ഇരിക്കുകയും മദ്യപിക്കാനും തുടങ്ങി. Others walked away to look at the island. മറ്റുള്ളവർ ദ്വീപിൽ തിരയുന്നതിനു വേണ്ടി നടന്നുപോയി. And 2 men stayed to watch the boat. ബോട്ട് വീക്ഷിക്കുന്നതിന് വേണ്ടി 2 വ്യക്തികൾ അവിടെ നിന്നു. The 3 prisoners walked slowly along the beach and sat down under a tree not far from us. തടവുകാരായ 3 വ്യക്തികൾ കടൽ തീരത്തിലൂടെ പതുക്കെ നടന്ന് ഒരു മരത്തിന് താഴെ ഇരുന്നു. അവർ ഞങ്ങളിൽ നിന്നും അധികം അകലെ ആയിരുന്നില്ല. They looked very unhappy. അവർ വളരെ ദുഃഖിതരായി കാണപ്പെട്ടു. Very quietly, I came up behind them through the trees and called out to them in English. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ മരങ്ങൾക്കിടയിലൂടെ അവരുടെ പുറകിലോട്ട് ചെന്നു. Don't be afraid, I said. I'm an Englishman. Perhaps I can help you. ഭയക്കേണ്ട, ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്. ഒരുപക്ഷെ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ സാധിച്ചേക്കാം എന്ന് റോബിൻസൺ തടവുകാരോട് പറഞ്ഞു. The 3 men turned and looked at me. ആ 3 തടവുകാരും തിരിഞ്ഞ് എന്നെ നോക്കി. They did not answer at once. They were too surprised. ഉടനെ അവർ ഉത്തരം നൽകിയില്ല. അവർ അതിശയിച്ചു പോയിരുന്നു. ആ ദ്വീപിൽ റോബിൻസനെ കാണാൻ സാധിച്ചതിൽ അതിശയം അവർക്ക് തോന്നി എന്നർത്ഥം. Perhaps they thought I was a wild man myself, in my strange homemade clothes of animal skins, and with my long hair and beard. Beard. താടി എന്നർത്ഥം. എൻ്റെ താടിയും നീളമുള്ള തലമുടിയും മൃഗങ്ങളുടെ തോലിൽ നിന്ന് നിർമ്മിച്ച വസ്ത്രങ്ങളും വിചിത്രമായ താമസ സ്ഥലവും കണ്ടപ്പോൾ ഞാനും ഒരു കാട്ടുമനുഷ്യനാണെന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. Then the oldest man spoke. പിന്നീട് അവരിൽ ഏറ്റവും വയസ്സുള്ള വ്യക്തി സംസാരിച്ചു. സ്പീക്ക് എന്ന വെർബിന്റെ സെക്കൻഡ് ഫോമാണ് സ്പോക്ക്. Speak. Spoke. I am the captain of that ship, he said. ഞാനാണ് ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് തടവുകാരിൽ ഏറ്റവും പ്രായമുള്ള ആൾ റോബിൻസനോട് പറഞ്ഞു. And these 2 men are my first and second officers. ഈ 2 വ്യക്തികൾ എൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഉദ്യോഗസ്ഥരാണ്. Last night there was a mutiny. Mutiny. കലാപം എന്നർത്ഥം.
കഴിഞ്ഞ രാത്രി ഒരു കലാപമുണ്ടായി. and the seamen took the ship from me. നാവികർ എൻ്റെ കയ്യിൽ നിന്നും കപ്പൽ നേടിയെടുത്തു. കപ്പലിന്റെ നിയന്ത്രണം കടൽ കൊള്ളക്കാർ നേടിയെടുത്തു എന്ന് സാരം. Now they're going to leave the three of us here to die on this island. ഈ ദ്വീപിൽ മരിക്കുന്നതിന് വേണ്ടി അവർ ഞങ്ങളെ ഈ ദ്വീപിൽ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് തടവുകാർ റോബിൻസനോട് പറഞ്ഞു. Do these mutineers have guns? ഈ കടൽ കൊള്ളക്കാരുടെ കയ്യിൽ തോക്കുകളുണ്ടോ എന്ന് റോബിൻസൺ തടവുകാരോട് ചോദിച്ചു. Only two, he answered, and they've left those on the boat. 2 തോക്കുകളാണ് കടൽ കൊള്ളക്കാരുടെ കയ്യിൽ ഉള്ളതെന്നും ആ തോക്കുകൾ ബോട്ടിൽ വെച്ചിരിക്കുകയാണെന്നും തടവുകാർ റോബിൻസനോട് പറഞ്ഞു. All right, I said. We'll fight them. But if we get your ship back for you, you must take me back to England. തങ്ങൾ കടൽ കൊള്ളക്കാരെ ആക്രമിക്കുമെന്ന് റോബിൻസൺ പറഞ്ഞു. കടൽ കൊള്ളക്കാരെ ആക്രമിച്ച് അവരുടെ പക്കൽ നിന്നും കപ്പലിന്റെ നിയന്ത്രണം നേടിത്തരുകയാണെങ്കിൽ റോബിൻസനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് റോബിൻസൺ തടവുകാരോട് ആവശ്യപ്പെട്ടു. The captain agreed immediately and thanked me very warmly for my help. കപ്പലിന്റെ ക്യാപ്റ്റനായ ആ തടവുകാരൻ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. അതുമാത്രമല്ല, എന്റെ സഹായത്തിന് അവർ എന്നോട് നന്ദിയും പറഞ്ഞു. Friday ran back to my house to get all the guns, and the captain and I made a plan. തോക്കിനു വേണ്ടി ഫ്രൈഡി വീട്ടിലേക്ക് ഓടി. ഞാനും ക്യാപ്റ്റനും പദ്ധതി തയ്യാറാക്കി. The first part was easy because the seamen were not ready for a fight. ആദ്യ ഭാഗം വളരെ എളുപ്പമായിരുന്നു. ആക്രമണം നടത്തിയതിൽ ആദ്യ ഭാഗം വളരെ എളുപ്പമായിരുന്നു എന്ന് സാരം. കാരണം കടൽ കൊള്ളക്കാരായ ആ നാവികർ ആക്രമണത്തിന് തയ്യാറായിരുന്നില്ല. We shot the 2 men at the boat, and the captain shot another man. ബോട്ടിലുള്ള 2 കടൽ കൊള്ളക്കാരെയും ഞങ്ങൾ തോക്കുപയോഗിച്ച് വെടിവെച്ചു. മറ്റൊരുവനെ ക്യാപ്റ്റൻ തോക്കുപയോഗിച്ച് വെടിവെച്ചു. This man, Tom Smith, was the worst of them all, and he began the mutiny on the ship. ടോം സ്മിത്ത് എന്ന ആ വ്യക്തി അവരിൽ എല്ലാവരെക്കാളും മോശക്കാരനായിരുന്നു. അദ്ദേഹമാണ് കപ്പലിൽ കലാപം ആരംഭിച്ചത്. Then the captain talked to the other 5 men, and they agreed to help him. പിന്നീട് ക്യാപ്റ്റൻ മറ്റ് 5 വ്യക്തികളോടും സംസാരിച്ചു. അവരെല്ലാം ക്യാപ്റ്റനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. They did not really want to be mutineers. അവർ വാസ്തവത്തിൽ കലാപകാരികളാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. But they were afraid of Tom Smith. അവർക്ക് ടോം സ്മിത്തിനെ ഭയമായിരുന്നു. Now, I said to the captain, we must get back your ship. How many men are on it? കപ്പലിലേക്ക് അപ്പോൾ പോകാമെന്ന് റോബിൻസൺ ക്യാപ്റ്റനോട് പറഞ്ഞു. കപ്പലിൽ എത്ര വ്യക്തികളുണ്ട് എന്ന് റോബിൻസൺ ക്യാപ്റ്റനോട് ചോദിച്ചു. 26, the captain replied. 26 വ്യക്തികളുണ്ടെന്ന് ക്യാപ്റ്റൻ മറുപടി പറഞ്ഞു. And they will fight hard because they won't want to go home. അവർ നന്നായി ആക്രമിക്കും, കാരണം അവർ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കില്ല. It is death for all mutineers in England, but not all the men are bad. കലാപകാരികൾക്കെല്ലാം ഇംഗ്ലണ്ടിൽ മരണമാണ്. പക്ഷേ ആ കലാപകാരികളിൽ എല്ലാവരും മോശക്കാരല്ല. കലാപകാരികളിൽ ചിലർ നല്ലവരുണ്ട് എന്ന് സാരം. I'm sure that some of them will help me. കലാപകാരികളിൽ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. Just then,
we saw another boat which was coming from the ship to the shore. കപ്പലിൽ നിന്നും കരയിലേക്ക് മറ്റൊരു ബോട്ട് വരുന്നത് ഞങ്ങൾ അപ്പോൾ കണ്ടു. There were 10 men in it, and they all had guns. ആ ബോട്ടിൽ 10 മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ പക്കൽ തോക്കുകൾ ഉണ്ടായിരുന്നു. We ran into the trees and waited. ഞങ്ങൾ മരങ്ങൾക്കിടയിലേക്ക് ഓടി അവിടെ കാത്തുനിന്നു. It was a long, hard fight, but by now it was dark, and this helped us very much. അത് ദൈർഘ്യമേറിയ കഠിനമായ ആക്രമണമായിരുന്നു. അപ്പോഴേക്കും ഇരുട്ടായിരുന്നു. ഇരുട്ടായിരുന്നത് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. We ran here and there in the trees, calling and shouting. ഞങ്ങൾ മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുണ്ടാക്കി ഓടി. The seamen could not see us and did not know how many men they were fighting. കലാപകാരികളായ ആ നാവികർക്ക് ഞങ്ങളെ കാണുവാൻ സാധിച്ചിരുന്നില്ല. എത്ര വ്യക്തികളോടാണ് അവർ ആക്രമണം നടത്തിയിരുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. റോബിൻസണും കൂട്ടാളികളും എത്ര പേരുണ്ടായിരുന്നു എന്ന് കലാപകാരികൾക്ക് അറിയില്ലായിരുന്നു എന്ന് സാരം. In the end, the first officer shouted to them, അവസാനം ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ അവരോട് ഉച്ചത്തിൽ പറഞ്ഞു, "Put down your guns and stop fighting." നിങ്ങളുടെ തോക്കുകൾ താഴെയിടൂ, പോരാട്ടം അവസാനിപ്പിക്കൂ. The captain has 50 island people to help him. ക്യാപ്റ്റനെ സഹായിക്കുന്നതിനായി ദ്വീപിലെ 50 വ്യക്തികൾ ക്യാപ്റ്റനോടൊപ്പമുണ്ട്. We can kill you all. ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും വധിക്കാൻ സാധിക്കും. So the seamen stopped fighting and we took their guns. കലാപകാരികൾ അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചു. ഞങ്ങൾ അവരുടെ തോക്കുകളും എടുത്തു. 3 of the men agreed to come back to the captain, and we put the others in my cave. കലാപകാരികളിൽ 3 പേർ ക്യാപ്റ്റനോടൊപ്പം ചേരാൻ സമ്മതിച്ചു. മറ്റുള്ളവരെ ഞങ്ങൾ എൻ്റെ ഗുഹയിലാക്കി. Friday and I stayed to watch the prisoners, while the captain and his men went back to fight for the ship. കപ്പൽ നേടിയെടുക്കാൻ പോരാടുന്നതിന് വേണ്ടി ക്യാപ്റ്റനും കൂട്ടാളികളും തിരിച്ചുപോയപ്പോൾ ഫ്രൈഡിയും ഞാനും തടവുകാരെ വീക്ഷിക്കുന്നതിനായി നിന്നു. All night we listened to the sound of guns and shouting. രാത്രി മുഴുവൻ ഉറക്കെ ഒച്ച വയ്ക്കുന്നതും തോക്കുകളുടെ ശബ്ദവും ഞങ്ങൾ കേട്ടു. But in the morning, when the sun came up, the captain was master of his ship again. പുലർച്ചെ സൂര്യൻ ഉദിച്ച സമയത്ത് ക്യാപ്റ്റൻ തന്റെ കപ്പലിന്റെ മാസ്റ്റർ ആയിരുന്നു. ക്യാപ്റ്റൻ തന്റെ കപ്പൽ നേടിയെടുത്തു എന്ന് സാരം. I went down to the shore to meet him. ക്യാപ്റ്റനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഞാൻ കടൽ തീരത്തേക്ക് പോയി. "My dear friend," he cried, "there's your ship. I'll take you to the ends of the world in it." അല്ലയോ സുഹൃത്തെ, അതാ നിങ്ങളുടെ കപ്പൽ. ഞാൻ അതിൽ നിങ്ങളെ ലോകത്തെവിടേക്കും കൊണ്ടുപോകും. ക്യാപ്റ്റൻ റോബിൻസനോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. ക്യാപ്റ്റൻ വളരെ സന്തോഷത്തിലായിരുന്നു എന്ന് സാരം. I put my arms round him, and we laughed and cried together. How happy I was to leave the island. റോബിൻസൺ ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്ന് സാരം. My good friend Friday came with me, of course, but we left the mutineers on the island. എൻ്റെ നല്ല സുഹൃത്ത് ഫ്രൈഡി എന്നോടൊപ്പം വന്നു. പക്ഷേ
കലാപകാരികളെ ഞങ്ങൾ ആ ദ്വീപിൽ ഉപേക്ഷിച്ചു. We decided not to kill them. കലാപകാരികളെ വധിക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. They could begin a new life on the island. കലാപകാരികൾക്ക് പുതിയ ഒരു ജീവിതം ആ ദ്വീപിൽ ആരംഭിക്കാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി അവരെ വധിക്കാതെ വെറുതെ വിട്ടു എന്ന് സാരം. I showed them my 3 houses, my cornfields, and my goats, and all my tools. ഞാൻ അവർക്ക് എൻ്റെ 3 വീടുകളും എൻ്റെ ചോളപ്പാടങ്ങളും എൻ്റെ ആടുകളും എൻ്റെ എല്ലാ ആയുധങ്ങളും കാണിച്ചു കൊടുത്തു. Their life would be easy because of all my hard work for so many years. റോബിൻസൺ വർഷങ്ങളോളം കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്തതെല്ലാം കലാപകാരികൾക്ക് ആ ദ്വീപിൽ തുടർന്നുള്ള ജീവിതത്തിന് ഗുണം ചെയ്യുമെന്ന് സാരം. റോബിൻസൺ വളരെ വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And so, on the 19th of December 1686, after 27 years, 2 months, and 19 days, I said goodbye to my island and sailed home to England. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.